സാവകാശം മുഖത്തിൽ വലിയ പുഞ്ചിരിയോടുകൂടി കണ്ണെത്തുറക്കാം. പുഞ്ചിരി എന്ന് പറഞ്ഞിരുന്നു. എത്ര പേര് ഗീതാ പ്രഭാഷണം എന്റേതല്ലാതെ വേറെ നല്ല പണ്ഡിതന്മാരുടെ കേട്ടിട്ടുണ്ട്? കൈ ഉയർത്തുക. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ഭീഷണി, ഈ കൈകളാണ്. ദയവ് ചെയ്ത് താരതമ്യം ഒന്നും ചെയ്യരുത്, കമ്പയർ ചെയ്യില്ലല്ലേ? ചെല്ലോ പുതിയതായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുക. എത്ര പേര് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്? കയ്യിൽ ഭൂരിപക്ഷം ആൾക്കാരും വായിച്ചിട്ടില്ല. സമാധാനമുണ്ട്. ഇനി വായിച്ചു തുടങ്ങണം കേട്ടോ. പക്ഷെ എത്ര പേര് ഗുരുവായൂർ പോയിട്ടുണ്ട്? ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്? ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി എഴുതി വെച്ച കാര്യം വായിച്ചിട്ടില്ലല്ലേ? ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഭക്തിയോടുകൂടിയല്ലേ ഇരിക്കുക, അല്ലെ? ശരിയല്ലേ? എന്തെങ്കിലും വേറെ ശ്രദ്ധിക്കുവോ? ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നിട്ട് ഫോൺ നോക്കുവോ? അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുവോ? ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് പുറന്തിരിഞ്ഞിട്ട് വേറെ ആൾക്കാരെ നോക്കിയിരിക്കുവോ? ഗുരുവായൂരപ്പന്റെ മുന്നിലെത്തിറങ്ങുമ്പോ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കുവോ? ഗുരുവായൂരപ്പന് കൊടുക്കുന്ന ആ പ്രാധാന്യവും ബഹുമാനവും ആദരവും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൊടുക്കോ? എത്ര പേര് കൊടുക്കും? യെസ്. പലപ്പോഴും ഞാനത് കൊടുക്കുന്ന കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു വാങ്ങിക്കുന്നത്. കാരണം നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് എന്റെ വാക്കുകളല്ല, കൃഷ്ണന്റെ വാക്കുകളാണ്. ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഈ മൈക്ക് ഉപയോഗിക്കുന്ന പോലെ ഒഴുകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നും എന്റെ വാക്കുകളല്ല. പക്ഷെ ആ വാക്കുകൾക്ക് നമ്മൾ ആ പ്രതിഷ്ഠക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കില്ലേ? യെസ്. അങ്ങനെ കൊടുത്തിട്ട് കേൾക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം തന്നെ ധാരാളം മതി ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ. ഇന്നത്തെ ഒറ്റ ദിവസം, അധികമൊന്നും വേണ്ട. 4 ദിവസം അതിഗംഭീരമായിരിക്കും, പക്ഷെ ഇന്നത്തെ ഒരു ദിവസം തന്നെ വലിയൊരു മാറ്റം സംഭവിക്കും. അത്ഭുതത്തിലൂടെ എന്നല്ല, അറിവിലൂടെ. അത്ഭുതം വേറെ സംഭവിക്കും. അത്ഭുതം സംഭവിക്കപ്പോഴും നമ്മളുടെ വിശ്വാസത്തിലൂടെയാണ്, അല്ലേ? കറക്റ്റ് അല്ലേ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പണ്ടൊക്കെ ഈ യജ്ഞം, ഈ ഗീതായജ്ഞം, അതായത് പല യജ്ഞങ്ങൾ നടക്കുമല്ലോ. ഇതിപ്പോ ജ്ഞാനയജ്ഞം നടക്കുകയാണ്. പണ്ടൊക്കെ ഈ യജ്ഞങ്ങൾ നടക്കുമ്പോ അത് മുടക്കാനായിട്ട് രാക്ഷസന്മാര് വരുമായിരുന്നു. കേട്ടില്ലേ? നല്ല കാര്യം മുടക്കാൻ എപ്പോഴും രാക്ഷസന്മാര് വരും. അപ്പൊ ഇവിടെയും യജ്ഞം മുടക്കാൻ രാക്ഷസന്മാര് വരും, ഉറപ്പായിട്ടും വരും. ലേറ്റസ്റ്റ് ഫോമിലുള്ള രാക്ഷസൻ ആരാന്നറിയോ? ഏറ്റവും പുതിയ രൂപത്തിലുള്ള രാക്ഷസൻ ആരാന്നറിയോ? അടുത്തിരിക്കുന്ന ആൾക്കാരൊന്നും നോക്കല്ലേ? ആരാണ് പുതിയ രൂപത്തിലുള്ള രാക്ഷസൻ? ആരായിരിക്കും? അത് തന്നെ. ഈ രാക്ഷസനെ ഒന്ന് നിശബ്ദനാക്കുമെന്ന് എടുത്തിട്ട് എല്ലാവരും പ്ലീസ് കുറച്ച് നേരത്തേക്ക്. ഇതാണ് ഒന്നാമത്തെ രാക്ഷസൻ. ഒന്ന് സൈലന്റ് ആക്കി. കാരണം ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ഫോൺ റിങ് ചെയ്താൽ അത് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുന്ന ആദരവ് വാക്കുകൾക്ക് കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നുന്നു. രണ്ടാമത് നമ്മള് ഒരു മണിക്കൂറിലധികം അവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാണ്. അതിന്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് നടക്കൂലല്ലോ, അല്ലെ? ഇല്ലല്ലോ? ഉറപ്പല്ലേ? യെസ്. അടുത്തിരിക്കുന്ന ആളോട് ചേട്ടൻ മറ്റേ കൊല്ലത്തുകാരനാണോ എന്ന് ചോദിക്കോ? എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കോ? ഇല്ലല്ലോ, ഒന്നും ചോദിക്കുമല്ലോ. അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാതെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കോ? യെസ്. റെഡി? യെസ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഇപ്പോ കൃഷ്ണനെ വരുത്താം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വരവായിരിക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. കൃഷ്ണൻ എന്ന അവതാരം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത അവതാരമാണ്. എളുപ്പം ഇണങ്ങുകയും ചെയ്യും, പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് പിണങ്ങും. നമുക്ക് ഏത് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവതാരമാണ് കൃഷ്ണൻ. അറിയാലോ, അല്ലെ? നമുക്ക് മകനെ പോലെ കാണാം, നമുക്ക് സുഹൃത്തിനെ പോലെ കാണാം, ഗുരുവിനെ പോലെ കാണാം. നമുക്ക് പരമശിവനെയോ ദേവീനെയോ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. കൃഷ്ണൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. നമുക്ക് നമ്മളിൽ ഒരാളായിട്ട് കാണാൻ പറ്റും, നമുക്ക് ഇണങ്ങാൻ പറ്റും, പിണങ്ങാൻ പറ്റും. ഇല്ല, ശരിയല്ലേ? കൃഷ്ണനായിട്ട് നമുക്ക് വഴക്കൊക്കെ ഉണ്ടാക്കോ?
എന്റെ വീട്ടില് എവിടെ നോക്കിയാലും കൃഷ്ണന്റെ പ്രതിമയാണ്. ഇടയ്ക്ക് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നോക്കുമ്പോ ഒരു പുച്ഛത്തോടുകൂടി എന്നെ നോക്കണ പോലെ എനിക്ക് തോന്നി. അതായത് ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്തിനാണ് ഇങ്ങനെ സങ്കടം വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു പുച്ഛത്തോടുകൂടി, ഒരു പരിഹാസത്തോടുകൂടി എന്നെ നോക്കണ പോലെ തോന്നി. ഭയങ്കര രസമുള്ളൊരു രക്ഷയില്ലാത്തൊരു അവതാരമാണ്. അപ്പൊ അതിനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകരുത്. പിന്നെ 4 ദിവസം നമ്മളുടെ കൂടെ ഉണ്ടാവണം. 4 ദിവസം കഴിഞ്ഞാലും പോകരുത്. നമ്മൾ കാണിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കൂടെ അത് പിന്നെ നിർത്തുക. ആ എനർജീനെ നമ്മളുടെ കൂടെ നിർത്തുക. അതൊരു വലിയൊരു എനർജിയാണ്. നമുക്ക് ആ എനർജീനെ കൂടെ കൊണ്ടുവന്നല്ലോ. യെസ്, റെഡി? ഒറ്റൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ആ എനർജീനെ ഒന്ന് കൊണ്ടുവരാൻ, എന്നിട്ട് നമുക്ക് ഭഗവത്ഗീത തുടങ്ങാം. പൂജ്യ ശ്രീ രവിശങ്കർജി ഗുരുദേവ് ഗീത വ്യാഖ്യാനം തുടങ്ങുന്ന അതിമനോഹരമായിട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? ഭാരത് എന്ന വാക്കിന്റെ അർത്ഥം ബ്രില്യൻസ്, മലയാളത്തില് ഉജ്ജ്വലത. മഹാഭാരത് എന്ന വാക്കിന്റെ അർത്ഥം അത്യുജ്വലത. ഈ ഉജ്ജ്വലതയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ്? ഈ ഉജ്ജ്വലതയ്ക്ക് ഒരു താളമുണ്ട്, ഒരു സംഗീതമുണ്ട്. ആ താളമാണ്, ആ സംഗീതമാണ് ഗീത. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. കേട്ടിരിക്കാം. ഇവിടെ കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. പിന്നെ തുടർന്ന വരികൾ മനോഹരമാണ്. അദ്ദേഹം പറയണ, യുദ്ധക്കളത്തിൽ നിന്ന് സംഗീതം വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. യുദ്ധക്കളത്തിലുണ്ടായ സംഗീതമാണ് ഭഗവത്ഗീത. കാരണം ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യുദ്ധം സംഭവിക്കാറുണ്ട്. എല്ലാവരും ഈ ഇരിക്കുന്ന കൂട്ടത്തില് യുദ്ധം സംഭവിക്കാത്തവരാരുമില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ? യെസ്വർണോ? ഇല്ല എന്നൊന്നും പറഞ്ഞേക്കല്ല, ഉടനെ കയറി വരും. അപ്പോ ഇത് എല്ലാവരുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന 3 ടൈപ്പ് ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞ ആൾക്കാര്, ഇല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലിരിക്കുന്ന ആൾക്കാര്, ഇല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു പ്രശ്നം വരാൻ പോകുന്ന ആൾക്കാർ. അപ്പൊ എന്തായാലും പ്രശ്നം വന്നിരിക്കും. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ യുദ്ധം നേരിടുന്ന ആൾക്കാരാണ്. ഇവിടെ ഗുരുദേവൻ പറയുന്നത്, ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ, യുദ്ധത്തിലിരിക്കുമ്പോൾ സംഗീതം വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. അതാണ് ഭഗവത്ഗീത. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ എപ്പോഴും നമ്മളുടെ താളം തെറ്റുക എന്നാണ് നമ്മൾ പറയാം. കറക്റ്റ് അല്ലേ സ്വർണ്ണം? അപ്പൊ ആ പ്രശ്നത്തോടു കൂടിയിട്ട് എന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. ആ സാമ്പത്തിക നഷ്ടത്തോടു കൂടിയിട്ട് എന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. അപ്പൊ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മനസ്സിലാവുന്നത്? കാരണം ആ താളം വീണ്ടെടുത്താൽ മാത്രമേ നമുക്ക് പ്രശ്നത്തെ നേരിടാനുള്ള ശക്തി കിട്ടുള്ളൂ. താളം തെറ്റിപ്പോയാൽ നമ്മൾ പതറിപ്പോകും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഭയന്നു പോകും. പിന്നെ നമുക്കൊരു പ്രശ്നത്തെ നേരിടാൻ പറ്റില്ല. നമ്മൾ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാൻ തുടങ്ങും. അപ്പൊ പ്രശ്നത്തെ നേരിടണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടതാണ് ജീവിതത്തിന്റെ താളം തെറ്റാതെ വീണ്ടെടുക്കാൻ സാധിക്കണം. എപ്പോഴൊക്കെ ജീവിതത്തിന്റെ താളം തെറ്റുന്നോ അപ്പോഴൊക്കെ ഭഗവത്ഗീത നമ്മളെ തിരിച്ച് ആ താളത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. വേണ്ടേ? യെസ്വർണോ? തുടങ്ങാം. കൊണ്ടുവരാൻ പോണുണ്ടോ? ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോണ എല്ലാവരും കൂടി ഭക്തിയോടുകൂടി തുടങ്ങാം. നമുക്ക് റെഡി? യെസ്. ബോറാണെങ്കിൽ കൈയടിച്ചോണം, എന്നാലും ശരിയാവുള്ളൂ. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങട്ടെ. യെസ്, റെഡി? പണ്ടൊരു അപ്പൂപ്പന്റെ കൊച്ചുമകനും ഒരു താഴ്വാരത്തില് ജീവിച്ചിട്ടുണ്ട്. അപ്പൂപ്പനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചുമകന്. അപ്പൂപ്പൻ ചെയ്യുന്നതൊക്കെ ഈ കൊച്ചുമകൻ അനുകരിക്കും. അപ്പൂപ്പ വൈകുന്നേരങ്ങളിൽ ഭഗവത്ഗീത എടുത്ത് വായിക്കാം. അപ്പൊ കൊച്ചുമോനും അപ്പൂപ്പൻ കാണിക്കുന്നത് കണ്ടിട്ട് ഭഗവത്ഗീത എടുത്തിങ്ങനെ വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോ അപ്പൂപ്പനോട് കുട്ടി ചോദിക്കുകയാണ്, അപ്പൂപ്പൻ എന്തിനു ഈ ഭഗവത്ഗീത ഇങ്ങനെ വായിക്കണം? ഒന്നും എനിക്ക് വായിച്ചിട്ട് അധികം ഒന്നും മനസ്സിലാവില്ല. ഇനി അഥവാ എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ അതൊന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. പിന്നെ എന്തിനു ഈ ആവശ്യമില്ലാത്ത ഈ പരിപാടിക്ക് നിൽക്കണം എന്ന് ചോദിക്കും. അപ്പൊ അപ്പൂപ്പൻ പറയും, മോനെ ആ മൂലക്കൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്, അതിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പൊ മൂലക്കൊരു പഴയ ബക്കറ്റ്, അഴുക്കായ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. കുട്ടീനോട് പറയൽ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയും. കുട്ടി അപ്പൊ പഴയ ബക്കറ്റാണെങ്കിൽ കുറച്ച് ദ്വാരങ്ങളൊക്കെ ഉള്ള ബക്കറ്റ്.
കുട്ടി ഓടിച്ച് എന്നിട്ട് വെള്ളം എടുത്തിട്ട് വരുമ്പോഴത്തേക്കും വെള്ളം ചോർന്നു പോകും. അപ്പോ അപ്പം പറയും കുറച്ചും കൂടി വേഗത്തിൽ വന്നാൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി വേഗത്തിൽ വരും, അപ്പോഴത്തേക്കും വെള്ളം വീണ്ടും തീരും. ഒരു 3, 4, 5 തവണയുമ്പോഴത്തേക്കും കുട്ടിക്കും മതിയാവും. കുട്ടി പറയും, എന്റെ അപ്പൂപ്പ ഇതില് വെള്ളം നിൽക്കില്ല, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിൽ വെള്ളം കൊണ്ടുവരാൻ പറയുന്നത്? അപ്പൊ അപ്പൂപ്പൻ പറയും, ഇതില് വെള്ളം നിൽക്കില്ല എന്ന് എനിക്കും അറിയാം, പക്ഷെ നീ ഒരു 4-5 തവണ അതിലിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ആ ബക്കറ്റിന്റെ അവസ്ഥ ഒന്ന് നോക്കി. ആദ്യം വൃത്തികേടായിരുന്ന ബക്കറ്റ് ഇപ്പൊ നീ വെള്ളം കൊണ്ടുവന്ന് നല്ല വൃത്തിയുള്ള ബക്കറ്റായി മാറും. അതുപോലെയാണ് മോനെ ഭഗവത്ഗീത. നിനക്കൊന്നും മനസ്സിലാവണമെന്നില്ല, നീ ഒന്നും ഓർത്തിരിക്കണമെന്നില്ല, പക്ഷെ നീ അതിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മനസ്സും ഇതുപോലെ നല്ല വൃത്തിയുള്ള മനസ്സായി മാറും. എന്റെ ഗ്രാൻഡ് മദർ അത്യാവശ്യം നല്ല തമാശയൊക്കെ പറയുന്ന കൂട്ടത്തില്. അപ്പൊ ഗ്രാൻഡ് മദർ ഈ പറഞ്ഞ പോലെ ഖുറാൻ ഇരുന്ന് വായിക്കും വൈകുന്നേരങ്ങളിൽ. വായിക്കാൻ അറിയാമെന്നല്ലാതെ അറബിയിൽ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. എന്താണ് ഈ വായിക്കണമെന്നൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല, പക്ഷെ വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ആചാരം പോലെ ഇങ്ങനെ വായിക്കും. വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഇരുന്നിങ്ങനെ വായിക്കും. വൈകുന്നേരത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ഇങ്ങനെ ഖുറാൻ വായിക്കും. അപ്പൊ എന്താ വായിക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ, വായിക്കാൻ അറിയാമെന്ന് മാത്രം. ഒരു ദിവസം എന്റെ അമ്മ കളിയാക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അറബി അറിയോ, മനസ്സിലാവോ? വായിക്കാൻ അറിയാമെന്നല്ലാണ്ട് നിങ്ങൾക്ക് വായിച്ച വല്ലതും മനസ്സിലാവോ? അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല എനിക്ക് മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ എന്തിനു നീ ഖുറാനി വൈകുന്നേരം വായിക്കണമെന്ന് ചോദിച്ചു. അതിന് അമ്മ പറഞ്ഞ മറുപടി എന്തിനു മറുപടി കേട്ടോ. അമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ? മോളെ, തലവേദന വരുമ്പോ നീ മരുന്ന് കഴിക്കാറുണ്ടോ? അപ്പോ അമ്മ പറഞ്ഞ മരുന്ന് കഴിക്കാറുണ്ട്. ഈ മരുന്നില് ഗുളികയില് എന്തൊക്കെയാ അടങ്ങിയിട്ടുള്ളതെന്ന് എനിക്കറിയോ? അപ്പൊ അമ്മ പറഞ്ഞ അതറിയില്ല, കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടാറില്ലേ? ഉണ്ട്. അപ്പൊ ഇതാണ് ഖുറാൻ വായിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ആശ്വാസം. അപ്പോ ഇത് ആശ്വാസവും ശുദ്ധതയുമാണ് നമുക്ക് ഭഗവത്ഗീത തരാൻ പോകുന്നത്. അതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ശുദ്ധമാവും. കാരണം മനസ്സ് ശുദ്ധമായുള്ള ഗുണം എന്താ അറിയോ? എത്ര പേരുടെ ജീവിതത്തില് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് കൈവരുത്തുക. പിന്നെ കൈയുയർത്ത ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. ഇതുണ്ട് സന്യാസിമാരായിരിക്കണം കൈയൊന്നും ഉയർത്താണ്ട്. നമ്മളെ ഇവിടെ ഒരു കാര്യം ഒന്ന് ഓപ്പൺ ആയിട്ട് ഇരുന്നൂടെ? ഇവിടെ എന്തിനാ ഇങ്ങനെ ബലം പിടിച്ച് ഈഗോ കാണിച്ചിരിക്കണം? നമ്മുടെ ഈഗോനെ കുറിച്ചൊരു ചർച്ച വരാൻ പോണ്. ഈഗോന്റെ നഷ്ടങ്ങളെ കുറിച്ചൊരു ചർച്ച ഇപ്പൊ തന്നെ തുടങ്ങാൻ പോകണം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈഗോ പിടിച്ചിരിക്കല്ലേ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുക. എത്ര പേർക്ക് ആഗ്രഹങ്ങളുണ്ട് കയ്യിൽ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്നാ കൈ പൊക്കാൻ മടി? അങ്ങനെയുള്ളവരൊന്ന് കൈ പൊക്കും. നമ്മുടെ ജീവിതത്തില് ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുക. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുക. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് സംഭവിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എനിക്ക് സന്തോഷം വേണമെന്ന് പ്രാർത്ഥിച്ചാൽ സന്തോഷം വരില്ല, ഒരിക്കലും വരില്ല. അപ്പൊ നമ്മുടെ ഫീലിംഗ് വിഷമമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വിഷമം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് സന്തോഷമാക്കി മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സന്തോഷം ഫീലിങ്സ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. ഇവിടെ കണ്ടില്ലേ, സന്തോഷിക്കാനുള്ള അവസരമാണ് ഈ അടുത്ത 1 മണിക്കൂർ. പക്ഷെ എന്നാലും ബലം പിടിച്ച് ഇല്ല, ഞാൻ കൈ വിട്ടില്ല, ഞാൻ ശ്വാസം പോലും വിട്ടില്ല, ഇത് അവസാനം അങ്ങനെ ഇരിക്കല്ലേ. ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുക. കാരണം നമ്മൾ കൃഷ്ണന്റെ കഥയാ പറയാൻ പോണെ. കൃഷ്ണന്റെ പ്രത്യേകത എന്താ? ഏത് അവസരത്തിലും ചിരിക്കും. തിരിച്ചല്ലേ? അർജുനൻ പറയണേ ഞാൻ യുദ്ധം ചെയ്യില്ല. ആരാ പറയണേ? സ്വന്തം പോരാളി, അതായത് ഈ തേരാളിയുടെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കേണ്ട ആളാണ് പറയണത് ഞാൻ യുദ്ധം ചെയ്ത കൃഷ്ണ. അപ്പോഴും ചിരിയാണ്. നമ്മളായിരുന്നെങ്കിലോ കൃഷ്ണന്റെ സ്ഥാനത്ത്? മനുഷ്യനെ മെനക്കെടുത്തി വിടം വരെ കൊണ്ടുവന്നിട്ട് നിനക്ക് നാളെ കിടന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ ചൂടാവുന്നുണ്ടെങ്കിൽ ശരിയല്ലേ സർ? അപ്പോഴും ചിരിയാണ്. കൊല്ലാൻ വരുന്നതിന് മുമ്പിലും ചിരിയാണ്, പ്രശ്നങ്ങളുടെ നടുവിലും ചിരിയാണ്, യുദ്ധത്തിന്റെ നടുവിലും ചിരിയാണ്. എന്ത് ജനിച്ചത് ജയിലില്, വളർന്നത് പ്രശ്നത്തില്, വളർന്നുകൊണ്ടിരിക്കുമ്പോ രാക്ഷസന്മാര് കൊല്ലാൻ വരുന്നു. ത്രൂ ഔട്ട്
his life is complete. He was totally facing challenges, only facing challenges, but with a smile. മുഖത്തൊരു പുഞ്ചിരോട് കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ വെല്ലുവിളികളും നേരിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒന്ന് ഇരിക്കാൻ, ഒന്ന് ജീവിക്കാൻ സാധിച്ചാൽ, ജീവിക്കുന്നത് പോട്ടെ, അടുത്തൊരു മണിക്കൂറെങ്കിലും ഒന്നിങ്ങനെ ഇരിക്കാൻ സാധിച്ചാല്, അതൊരു ശീലമാക്കി മാറ്റാൻ സാധിച്ചാല് സന്തോഷം ജീവിതത്തിൽ സംഭവിക്കും. അതല്ല വിഷമം ഞാൻ എന്റെ സ്വഭാവമാക്കി മാറ്റുമെന്ന് തീരുമാനിച്ചാൽ ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. ഗുരുദേവൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. വൃത്തിയാക്കാൻ ശ്രമം ആവശ്യമുണ്ട്. ശ്രദ്ധിക്കണം, എന്താണ്? വൃത്തിയാക്കാൻ ശ്രമം ആവശ്യമുണ്ട്, വൃത്തികേടാവാൻ ശ്രമത്തിന്റെ ആവശ്യമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല്ല് വൃത്തിയാക്കാൻ ശ്രമം വേണം, വൃത്തികേടാവാനോ? ഒന്നും ചെയ്യേണ്ട തന്നെ വൃത്തികേടായിക്കോളൂ. ഒരു മുറി വൃത്തിയാക്കാൻ എന്ത് വേണം? ശ്രമം വേണം. വൃത്തികേടാവാനോ? വെറുതെ മുറി കൂട്ടിയിട്ടാ മതി, തനിയെ പൊടി വന്ന് കയറി വൃത്തികേടായിക്കോളൂ. അല്ലെ? കറക്റ്റ് അല്ലേ? അപ്പൊ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ശ്രമം ആവശ്യമുണ്ട്, മോശം കാര്യങ്ങൾ ഒരു ശ്രമവും ഇല്ലാതെ സംഭവിക്കും. അപ്പോ സന്തോഷത്തോടെ, വിജയത്തോടെ, ആനന്ദത്തോടെ, സമാധാനത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശ്രമം ആവശ്യമാണ്. വിഷമിച്ച് ജീവിക്കണോ? വെറുതെ ഇരുന്നോടുത്താ മതി. നമുക്ക് സന്തോഷത്തോടെ അല്ലേ ജീവിക്കേണ്ടത്? അതിനല്ലേ ഭഗവത്ഗീത കേൾക്കുന്നത്? യശോർണ, യെസ്. ഭഗവത്ഗീത നടക്കുന്ന സമയത്ത് എത്ര പേരായിരിക്കും അത് കേട്ടിട്ടുണ്ടാവുക? ആ സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് കേട്ടു, അതല്ല, ആ സമയത്ത് 5000 വർഷം മുമ്പ് കൃഷ്ണൻ ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിക്കുമ്പോ എത്ര പേരാണ് അത് കേട്ടിട്ടുണ്ടാവുക? എത്ര പേര്? ഒന്ന് കൈവക്കിട്ട് പേരെല്ലാം കാണിക്കേ. 4 പേര്. ഒരാളുടെ പേര് ഒരാള് സഞ്ജയൻ. നിങ്ങൾ അർജുനൻ അപ്പൊ തന്നെ ഉപേക്ഷിച്ചു. ഒരാള് സഞ്ജയൻ. അടുത്തൊരാളുടെ പേര് പറയാം. അർജുനൻ സഞ്ജയൻ. വേറെ ആരാ കേട്ടിട്ടില്ല? ധൃതരാഷ്ട്രം എന്നൊക്കെ പറയുമ്പോ പല്ലായി വീഴുന്നത്. ഓക്കെ, ധൃതരാഷ്ട്ര. മൂന്നാമത്തെ ധൃതരാഷ്ട്ര. 4 അത് ഭീഷ്മരോ? ഇതൊക്കെ കേട്ടു. ഹനുമാനോ? ഹനുമാൻ കേട്ടു. വേറെ ആളോട് കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളത് കേട്ടിട്ടുണ്ട്, അയാളെ നമ്മൾ വിട്ടു. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പ്രശ്നം. സമർത്ഥമായിട്ട് പറഞ്ഞു, അർജുനൻ കേട്ടു എന്ന് പറഞ്ഞു, സഞ്ജയൻ കേട്ടു എന്ന് പറഞ്ഞു, ഹനുമാൻ കേട്ടു എന്ന് പറഞ്ഞു, ധൃതരാഷ്ട്ര കേട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ വിട്ടു. നോക്ക്, ഇത് കൃഷ്ണൻ ഇത് പറയുമ്പോ കൃഷ്ണൻ കേൾക്കൂലേ? ചെവി കുത്തിയിട്ടാണ് ഇത് പറയണേ. കേൾക്കൂലേ? കേൾക്കൂലേ? കൃഷ്ണൻ കേൾക്കില്ലേ? കേട്ടിട്ടുണ്ടാവില്ലേ? യശോണോ? എന്താ പറയുന്നത്? ഈ 5 പേരും 5 രീതിയിലാണ് ഭഗവത്ഗീത കേട്ടിട്ടുള്ളത്. ശ്രദ്ധിക്കണം. അർജുനൻ കുറച്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്, കുറച്ച് ഇന്റലക്ച്വൽ ആണ്. അതുകൊണ്ട് അർജുനൻ കുറെ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് അർജുനൻ കുറെ ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റലക്ച്വൽ ലിസണിങ് ആണ് അർജുനന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് മുഴുവൻ കണ്ണടച്ചും കൊണ്ട് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഭഗവാന്റെ വിശ്വാസമുണ്ട്, പക്ഷെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ആ പറയുന്ന പോയിന്റില് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അർജുനൻ കേട്ടുകൊണ്ടിരുന്നത്. ഇതാണ് അർജുനന്റെ കേൾവി. നല്ല കേൾവിയാണ്, കുഴപ്പമൊന്നുമില്ല. സഞ്ജയന്റെ കേൾവി സെലക്ടീവ് ലിസണിങ് എന്ന് പറയും. ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് സെലക്ടീവ് ലിസണിങ് എന്ന് പറഞ്ഞാല്, ചില കേൾവികൾ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ കേൾക്കും, ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ കേൾക്കില്ല. താല്പര്യമുള്ളത് കേൾക്കില്ല, താല്പര്യമില്ലാത്തത് കേൾക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചില ആൾക്കാർക്ക് തമാശ ഇഷ്ടമാണെങ്കിൽ തമാശ നല്ല ശ്രദ്ധിച്ചത് കേൾക്കും, കഥകൾ ഇഷ്ടമാണെങ്കിൽ അത് കേൾക്കും, മറ്റു കാര്യങ്ങളൊന്നും കേൾക്കില്ല. അതാണ് സെലക്ടീവ് ലിസണിങ് എന്ന് പറയുന്നത്. സഞ്ജയൻ അറിയാം ധൃതരാഷ്ട്രം വിചാരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന്, തീരുമാനമെടുക്കാൻ ധൃതരാഷ്ട്രർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ധൃതരാഷ്ട്രയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേൾവിയാണ് ആരുടെ കേൾവി? സഞ്ജയന്റെ കേൾവി. ധൃതരാഷ്ട്രർക്ക് വേണ്ടിയിട്ടുള്ള കേൾവി. ധൃതരാഷ്ട്രയുടെ കേൾവി എങ്ങനെയായിരുന്നു?
ഈ ഭഗവത്ഗീത മുഴുവൻ കേട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അതാണ് ഒരു പ്രിജുഡൈസ് ലിസണിംഗ് എന്ന് പറയുന്നത്. അതായത് ലിസണിംഗ് വിത്ത് എ ക്ലോസ്ഡ് മൈൻഡ്. ഒരു മനസ്സിങ്ങനെ പൂട്ടി വെച്ചിട്ട് ഞാൻ മാറില്ല, നീ എന്ത് ഭഗവത്ഗീത വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ നന്നാവില്ല എന്നുള്ളൊരു ഒരു തീരുമാനത്തോട് കൂടിയിട്ടുള്ള കേൾവി. അങ്ങനെ വന്ന് ഇരിക്കും ചില ആൾക്കാർ. അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ നന്നാവാൻ പ്രശ്നമില്ല, ഞാൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. അങ്ങനെ വാശിയിൽ ഉള്ള കേൾവി. ഇതാണ് ധൃതരാഷ്ട്രന്റെ കേൾവി. അഞ്ചാമത്തെ കേൾവി ആരുടെ കേൾവിയാ? ഹനുമാന്റെ കേൾവി. ഹനുമാന്റെ കേൾവി എങ്ങനെയായിരുന്നു? ഹനുമാൻ കൊടിയുടെ മുകളിൽ ഇരുന്നിട്ട് ആ പതാകയിൽ ഇരുന്നിട്ടുള്ള കേൾവിയാണ്. ഹനുമാന്റെ കേൾവിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഹനുമാന്റെ കേൾവിയുടെ പ്രശ്നം എന്താ അറിയോ? ഹനുമാൻ ഈ പതാകയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ എന്ത് രസമായിരുന്നു പ്രഭാഷണം, ഗംഭീരമായിട്ടോ, അടിപൊളിയായിട്ടോ, അതിഗംഭീരമായി. അപ്പൊ കൃഷ്ണൻ എന്തെങ്കിലും കേട്ടിട്ട് പറയും, പക്ഷെ നീ ഇതെല്ലാം മറന്നു പോകും. എന്തെന്ന്? നീ ഇതെല്ലാം കേട്ടതെല്ലാം മറന്നു പോകുന്നു പറയും. അപ്പൊ എന്താ ഇങ്ങനെ മറക്കാൻ കാരണം? 2 തെറ്റ് നീ ചെയ്തു എന്ന് പറയുന്നത്. 2 തെറ്റ് നീ ചെയ്തു. ഒന്ന്, നീ അനുവാദം ഇല്ലാതെ കേട്ടു. 2, നീ എന്നേക്കാൾ ഉയരത്തിൽ ഇരുന്നിട്ട് കേട്ടു. അറിവ് തരുന്ന ആള് വേണം മുകളിലിരിക്കാൻ, അറിവ് കേൾക്കേണ്ട ആള് താഴെ വേണം ഇരിക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിൽ കയറി ഇരിക്കണമെന്നും തോന്നരുത്. ഓക്കെ, അപ്പൊ മുകളിൽ ഇരുന്ന് കേട്ടു, അതാണ് നീ ചെയ്ത 2ാമത്തെ തെറ്റ്. അതൊരു സിംബോളിക് ആയിട്ടുള്ള ഡയലോഗാണ്. നമുക്ക് ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം, കാരണം ആയിരക്കണക്കിന് ഉപനിഷത്തുകളുണ്ട് നമുക്ക്. ഈ ഉപനിഷത്തുകളുടെ സാരാംശമായിട്ടാണ് ഭഗവത്ഗീതയെ പറയുന്നത്. കൃഷ്ണൻ എന്ന യാദവൻ, ഈ യാദവരുടെ കുലത്തൊഴിലാണ് പശുവിനെ പരിപാലിക്കാനുള്ളത്. അപ്പോൾ കൃഷ്ണൻ എന്ന യാദവൻ ഈ ഉപനിഷത്തുകളെ പശുക്കളായി കണക്കാക്കി അതിനെ കറന്ന് ഒരു കുടത്തിലാക്കി തരുന്നതാണ് ഭഗവത്ഗീത. എന്ന് വെച്ചാല് സകല ഉപനിഷത്തുകളുടെയും ഒരു സാരാംശം, എസൻസ്, സത്തായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത്. എന്ന് വെച്ചാല് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് വിസ്ഡമാണ്, അൾട്ടിമേറ്റ് നോളജ് ആണ്, സംശയമില്ലാത്ത. അപ്പോ ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്. ഉപ്പ എന്ന് വെച്ചാൽ അടുത്ത്, മനസ്സുകൊണ്ട് അടുത്തെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉപ്പ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അടുത്തത്. നീ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സുകൊണ്ട് എളിമയോടുകൂടി താഴ്ന്ന. ശക്തി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിനെ അടക്കി ക്വയറ്റാക്കി വെക്കുക. അപ്പൊ ഉപ നീ ഷത്, ഇങ്ങനെ വേണം ഭഗവത്ഗീത കേൾക്കാൻ. എങ്ങനെ വേണം? ഉപ നീ ഷത്. ഉപ എന്ന് വെച്ചാല് മനസ്സുകൊണ്ട് അറിവിനോട്, എന്നോട് അടുത്തിരിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ തൽക്കാലത്ത് അറിവിനോട് അടുത്തിരിക്കുക മനസ്സുകൊണ്ട്, അറിവിന്റെ മുന്നിൽ എളിമയോടുകൂടി ഇരിക്കുക, അറിവിന്റെ മുന്നിൽ മനസ്സിനെ മറ്റ് ചിന്തകളെ അടക്കി വെച്ച് നിശബ്ദമാക്കിയിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവത്ഗീതയെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. പറ്റില്ലേ? പറ്റുള്ളൂ. നമുക്ക് കുറച്ച് ജീവിത വിജയത്തിന് ഭഗവത്ഗീത എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ശ്ലോകങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിനു മുൻപ് ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം അതിഗംഭീരമായിട്ടാണ് മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങൾ മാനേജ് ചെയ്യുന്നത്. ചിലവര് അത് മാനേജ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്, ചിലവര് അത് മാനേജ് ചെയ്ത് പാളിപ്പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈഗോയെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം. ഈഗോ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും, ഈഗോ ചിലപ്പോൾ നമ്മളെ പരാജയപ്പെടുത്തും. അതേ ഈഗോ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വിജയമാക്കി മാറ്റാനും സാധിക്കും. അപ്പൊ 1-2 സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ഒരു ശ്ലോകത്തിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ദുര്യോധനൻ ഭഗവാനെ കാണാൻ പോകുന്ന സിറ്റുവേഷൻ, ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന സിറ്റുവേഷൻ. ഇതൊരു ഗംഭീര സിറ്റുവേഷനാണ്. ചിലവര് അത് മാനേജ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്, ചിലവര് അത് മാനേജ് ചെയ്ത് പാളിപ്പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈഗോയെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം. ഈഗോ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും, ഈഗോ ചിലപ്പോൾ നമ്മളെ പരാജയപ്പെടുത്തും. അതേ ഈഗോ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വിജയമാക്കി മാറ്റാനും സാധിക്കും. അപ്പൊ 1-2 സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ഒരു ശ്ലോകത്തിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ദുര്യോധനൻ ഭഗവാനെ കാണാൻ പോകുന്ന സിറ്റുവേഷൻ, ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന സിറ്റുവേഷൻ. ഇതൊരു ഗംഭീര സിറ്റുവേഷനാണ്. ദുര്യോധനൻ ചെല്ലുന്നു യുദ്ധത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം വരാൻ പോവാണ്. യുദ്ധത്തിന് സഹായം വേണം. ആരുടെ? കൃഷ്ണന്റെ സഹായം വേണം.
അപ്പോ കൃഷ്ണൻ ദുര്യോധനൻ സന്ദർശിക്കുന്ന സമയത്ത് യോഗനിദ്രയിൽ മയങ്ങാണ്. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? യോഗനിദ്ര എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം റെസ്റ്റിംഗ് വിത്ത് അവയർനെസ് എന്ന് പറഞ്ഞിട്ട് നല്ല അവബോധത്തോടു കൂടിയിട്ട് മയങ്ങുകയാണ് കൃഷ്ണൻ. ദുര്യോധനൻ വന്ന് കാൽപാദത്തിന്റെ അടുത്ത് ഇരിക്കുന്നു, സഹായം അഭ്യർത്ഥിച്ച് വന്നിരിക്കുകയാണ്. കാൽപാദത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. പെട്ടെന്ന് ദുര്യോധനന്റെ ഒരു ഈഗോ അങ്ങോട്ട് ഉയർന്നു. ദുര്യോധനന് തോന്നി, ഞാനൊരു രാജാവല്ലേ, ഞാൻ ഇങ്ങനെ കാൽപാദത്തിന്റെ അടുത്തിരിക്കുന്നത് മോശമല്ലേ? പ്രത്യേകിച്ച് ഇനി അത് ആരെങ്കിലും കണ്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാൽ പിന്നെ ഉള്ള പേര് പോവില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോഴത്തെ അങ്ങനെ ചിന്തിച്ചാൽ. അപ്പോ ഞാനൊരു രാജാവ് ഒരാളുടെ കാൽപാദത്തിലിരിക്കുന്നത് അടുത്തിരിക്കുന്നത് മോശമല്ലേ ഒരു ഈഗോ. എന്തൊരു വലിയ അവസരമാണ് ഈ ഈഗോ കളഞ്ഞത്. കാൽപാദത്തിന്റെ അടുത്ത് നിന്ന് അദ്ദേഹം നീങ്ങി ശിരസിന്റെ അടുത്തേക്ക് വന്നു. ഈ രക്തയിരുപ്പ് ഒരു വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തിയത്. പലപ്പോഴും ഈഗോ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് അല്ലേ? കറക്റ്റല്ലേ സ്വപ്നം? കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ജയിക്കണോ ഈഗോ ജയിക്കണോ എന്നുള്ള സ്ഥലത്ത് പലപ്പോഴും നമ്മുടെ ഈഗോനെ വിജയിപ്പിച്ചിട്ട് നമ്മളെ പരാജയപ്പെടുത്താറുണ്ട് അല്ലേ? കറക്റ്റല്ലേ സ്വപ്നം? അതായത് ഒന്ന് താഴ്ന്നു കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഒന്ന് ക്ഷമിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഈഗോ താഴ്ന്നു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഈഗോ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജോലി രാജിവെച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, ആത്മഹത്യ ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അപമാനം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ. അപമാനിക്കുന്ന ആരെയാണ്? എന്റെ ആത്മാവിനൊന്നല്ല നിങ്ങൾ അപമാനിക്കുന്നത്. എന്റെ ആത്മാവിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്റെ ശരീരത്തെ അപമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ അപമാനിക്കുന്നത് ഞാൻ എന്ന എന്റെ ആവശ്യമില്ലാത്ത ബോധത്തെയാണ്. ശരിയല്ലേ? യശോദം, എന്റെ അഹത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. അതിന് ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കേണ്ടത്, എന്നെ ആശ്രയിച്ച് ഞാൻ മാത്രം ആശ്രയമായി ജീവിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളെക്കാളും വലുതാണോ എന്റെ ഈഗോ എന്ന് ആലോചിക്കണം. ഒരാള്, എനിക്ക് വളരെ പരിചയമുള്ള ആള് ജോലി രാജിവെക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞതാണ്, ഈ ജോലി രാജിവെച്ചാല് അയാൾക്കൊരു മകളുണ്ട്, മകളുടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നവും, കാരണം ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോസിനെ സഹിക്കാൻ പറ്റാത്തത് ഒരു ഈഗോ പ്രശ്നമാണ്. ഈഗോയുടെ പുറത്ത് നിങ്ങൾക്ക് ബോസിന്റെ മുന്നിലേക്ക് രാജിക്കത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് സിനിമാ സ്റ്റൈലില് സുരേഷ് ഗോപിനെ പോലെയൊക്കെ നടന്നു പോവാം, ഈഗോനെ വിജയിപ്പിക്കാം. പക്ഷെ ആരും കൈയടിക്കില്ല കേട്ടോ, ആരും കൈയടിക്കില്ല. കാരണം പിന്നെ മോള് ജീവിതകാലം മുഴുവൻ വേദനിക്കും. എനിക്ക് പഠിക്കാനുള്ള ഒരു വലിയ അവസരമാണ് അച്ഛന്റെ ഒരൊറ്റ ഈഗോ നഷ്ടപ്പെടുത്തിയത്. ഇല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോ ഭയങ്കര രസമാണ് ഈ ഈഗോ മാനേജ്മെന്റ്. അത് പലപ്പോഴും നമ്മൾ ഈഗോനെ വിജയിപ്പിച്ചിട്ട് ജീവിതം തോപ്പിക്കുന്ന ആൾക്കാരാണ്. കറക്റ്റ് അല്ലേ? ദുര്യോധനൻ കാൽപാദത്തിന്റെ അടുത്ത് നിന്ന് നേരെ ശിരസിന്റെ അടുത്തേക്ക് മാറിയിരുന്നു. അല്പം സമയം കഴിഞ്ഞ ഉടനെ ആര് വന്നു? സാക്ഷാൽ അർജുനൻ വന്നു. അർജുനൻ ഒന്നും നോക്കാതെ കാൽപാദത്തിന്റെ അടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാനെ നോക്കുന്നു, കണ്ണു തുറക്കുന്നു, കൃഷ്ണനെ നോക്കുന്നു. കണ്ണു തുറക്കുന്ന ഒരാൾ ഇങ്ങനെ നോക്കുള്ളൂ, അല്ലാതെ ഇന്നസെന്റ് നോക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും നോക്കുള്ളൂ. നോക്കുന്നു, ആരെ കാണുന്നത്? അർജുനെ കാണുന്നു. അർജുന എപ്പോ വന്നു? എന്താ കാര്യം? അർജുനൻ പറയുന്നു, ഇങ്ങനെ യുദ്ധം വരുന്നു, സഹായം വേണം. അതിനെന്താ? അപ്പൊ തന്നെ നോക്കുമ്പോ ആരെ കാണുന്നു? ദുര്യോധനെ കാണുന്നു. നീ ഇവിടെ ഉണ്ടോ? ഞാൻ കുറച്ച് നേരത്തെ വന്നു. ഓക്കെ, എന്താ കാര്യം? യുദ്ധത്തിന് സഹായം വേണം. അപ്പോ ഭഗവാൻ പറയാണ്, ഒന്നെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ എന്റെ, നമുക്കറിയാലോ, ശ്രദ്ധിക്കണം, ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ എന്റെ നാരായണ സേന. ഒരു അക്ഷോഹിണിയാണ്, 1,00,000-ലധികം വരുന്ന ആർമിയാണ്, ഒരു വലിയ ആർമിയാണ്, വലിയ സേനയാണ്. ആ സേനയെ വേണോ, എന്നെ വേണോ? ഞാൻ വരുവാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ആയുധം കൈകൊണ്ട് തൊടില്ല. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണോന്ന് തീരുമാനിക്കാം, ഇല്ലെങ്കിൽ എന്റെ സൈന്യത്തെ വേണോന്ന് തീരുമാനിക്കാം. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒറ്റ കാര്യം, അർജുനനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. അതുകൊണ്ട് ഇത്
തീരുമാനിക്കാനുള്ള ആദ്യത്തെ അവസരം ഞാൻ ആർക്ക് കൊടുക്കുന്നു? ശ്രദ്ധിക്കണം കേട്ടോ, ഈഗോ അവസരം കളയുന്നു എന്ന് പറയുന്നത്. ഇത് തീരുമാനിക്കാനുള്ള അവസരം ഞാൻ അർജുനന് നൽകുന്നു. ദുര്യോധന ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചു വെക്കുകയാണ് അർജുനൻ എന്ത് തീരുമാനിക്കും എന്നുള്ള ചിന്തയില്. കാരണം ദുര്യോധനന്റെ ആഗ്രഹം കൃഷ്ണനെ വേണ്ടെന്നാണ്. ദുര്യോധനൻ ആഗ്രഹിക്കുന്നത് സൈന്യത്തെ വേണമെന്നാണ്. കാരണം ദുര്യോധനൻ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. ദുര്യോധനൻ വിചാരിക്കുന്നത് ഈ ആയുധം ഒന്നും എടുക്കാണ്ട് ഇദ്ദേഹം വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട് പോവാ, എനിക്ക് സൈന്യത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിച്ചു എന്ന് വിചാരിക്കുകയാണ് ആര്? ദുര്യോധനൻ. അർജുനൻ കൃഷ്ണനെ സ്വീകരിക്കണം ഒരു പക്ഷെ ദുര്യോധനൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അറിയില്ല. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഒറ്റ മറുപടിയായിട്ട് അർജുനന്റെ. അർജുനൻ പറയും എനിക്ക് സൈന്യത്തെ വേണ്ട, എനിക്ക് അങ്ങേ മതി. വീണ്ടും ഭഗവാൻ പറയും ഞാൻ ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല, ഒരു ആയുധം എടുക്കണ്ട, ഒരു യുദ്ധവും ചെയ്യണ്ട, ആ വലിയ സൈന്യത്തെയും വേണ്ട, അങ്ങ് എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ഞാൻ യുദ്ധം ചെയ്യും. ഇവിടെയാണ് നമ്മളുടെ ഭക്തി ഒന്ന് നമ്മൾ പരീക്ഷിക്കേണ്ടത്. പ്രണവസാണ്. അതായത് ഞാൻ എൻ്റെ ഒരു വളരെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ ശകുനിയാണ് ദുര്യോധനന് വേണ്ടിയിട്ട് ചൂത് കളിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ദുര്യോധനൻ അറിയാം, ദുര്യോധനന് ചൂതുകളില് അത്ര കേമനല്ല എന്ന് ആർക്കറിയാം? ദുര്യോധനൻ അറിയാം. ദുര്യോധനൻ അതുകൊണ്ട് ഇയാൾ ചതിക്കുന്നുള്ളതൊക്കെ അടുത്ത പോയിന്റ്. പക്ഷെ ദുര്യോധനൻ അറിയാം ദുര്യോധനൻ കളിയിൽ പോരാ. അതുകൊണ്ട് ദുര്യോധനൻ പറയാണ് എനിക്ക് വേണ്ടിയിട്ട് ആര് കളിക്കും? ശകുനി കളിക്കും. യുധിഷ്ഠിരനെ തീരുമാനിക്കാൻ വരുന്നു. എങ്ങനെ? ഞാൻ കളിക്കുന്നില്ല, എനിക്ക് വേണ്ടി കൃഷ്ണൻ കളിക്കും. കൃഷ്ണൻ കളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായാലും. നോക്ക്, ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭക്തരാണെന്ന് അവകാശപ്പെടുന്ന നമ്മള് എപ്പോഴെങ്കിലും ഈ യുധിഷ്ഠിരനൊരു ചിന്ത വന്നു, അയാൾക്ക് ചെയ്യാൻ പറ്റും, അയാൾക്ക് ജയിക്കാൻ പറ്റും, അവിടെ ഒരു ഈഗോ വന്നു. ഞാൻ ഈ ചൂതിൽ കേമനാണെന്നുള്ളൊരു ഈഗോ വന്നു. ശ്രദ്ധിക്കണം. ഹി വിൽ പ്ലേ ഫോർ മീ. ഇതൊരു വലിയ വിശ്വാസമാണ്. എന്താണ്? എനിക്ക് വേണ്ടി ഭഗവാൻ കളിക്കും. അതായത് ഇന്ന് കേസ് ഉണ്ട് കോടതിയിൽ. ഈ ഭയം എപ്പോഴാണ് വരണമെന്നറിയോ? ഈ കേസ് ഞാൻ നേരിടേണ്ടി വരും എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. നേരെ മറിച്ച് എനിക്ക് വേണ്ടി ഭഗവാൻ വാദിക്കും. ഭയങ്കര ഫീലാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ഡോക്ടറിനെ കാണാൻ പോവാണ്. എന്റെ പ്രശ്നം, എന്റെ വേദന, ഈ രോഗം, ആ ഡോക്ടർ എങ്ങനെയാവും? എനിക്ക് വേണ്ടി എന്റെ ഭഗവാൻ എന്നെ ശുശ്രൂഷിക്കും. ഹി വിൽ പ്ലേ ഫോർ മീ. നമ്മൾ ഇപ്പോഴും ആ യുധിഷ്ഠിരന്റെ അവസ്ഥയിലാട്ടോ. എന്താണ്? എന്റെ കളി ഞാൻ കളിച്ചോളാം. നോ, എനിക്ക് വേണ്ടി ഭഗവാൻ കളിക്കും. ഒന്ന് ഈ ഒറ്റ സംഗതി ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി, എന്ത് സുഖം കിട്ടുന്നറിയോ? ഈ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം പോവും, ടെൻഷൻ പോവും, പിരിമുറുക്കം പോവും. എന്റെ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയില്ലേ? കറക്റ്റല്ലേ? ഇത് എന്റെ കാര്യം ഞാൻ നോക്കുന്നു, എന്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കുന്നു. ഇവിടെയാണ് ഈ പ്രഷറും ടെൻഷനൊക്കെ വരുന്നത്. എന്ത് രസമുള്ള അവസ്ഥയാണ്. ഹി വിൽ പ്ലേ ഫോർ മീ. അപ്പൊ ഇന്ന് എക്സാമിനേഷന് പോവാണ് കുട്ടികളൊക്കെ ഉണ്ടല്ലോ പഠിക്കുന്ന കൂട്ടത്തില്. ടെൻഷൻ വരുമ്പോ ആലോചിക്കുന്നതാണ് ഹി വിൽ റൈറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി ഭഗവാൻ എഴുതിക്കൊള്ളും. ഞാൻ തന്നെ എഴുതണം, അത് വേറെ കാര്യം. പക്ഷെ ആ എഴുതിക്കൊള്ളും എന്നുള്ളത്, ആ സമയത്ത് സംഭവിച്ചോളും എന്നുള്ളത് നമ്മുടെ ടെൻഷനിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്ന ഒരു വലിയ ചിന്തയാണല്ലേ? കറക്റ്റല്ലേ? ആണല്ലേ? സത്യമല്ലേ? ആ ഒരു ചിന്ത ഭയങ്കര സുഖം തരുന്ന, ഒരു സുഖം തരുന്ന ചിന്തയാണ്. എനിക്ക് വേണ്ടി ഭഗവാൻ കളിച്ചോളും. ഈഗോനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈഗോ നോക്ക്, അർജുനൻ
9ാമത്തെ ദിവസം യുദ്ധം തുടങ്ങിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 9ാമത്തെ ദിവസം പാണ്ഡവർ ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. പാണ്ഡവർ തീരാറായി. പാണ്ഡവർ യുദ്ധം തോക്കാൻ പോകുന്നുള്ള കാര്യം ഉറപ്പായി. 9ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 9ാമത്തെ ദിവസം തീർന്നു. പാണ്ഡവർ തീരാണ്. യുദ്ധം ഉറപ്പായിട്ടും കൗരവർ കൊണ്ടുപോവാണ്. ഹൈജാക്ക് ചെയ്യാണ് കൗരവർ ടോട്ടലി. പാണ്ഡവർക്കും വിജയത്തിനും നടുവിലായിട്ട് ഒരാളിങ്ങനെ നിൽക്കുകയാണ്, തടസ്സം പിടിച്ചുകൊണ്ട്. ഒരാളാണ് തടസ്സം. പാണ്ഡവർക്കും വിജയത്തിനും നടുവിൽ ഒരൊറ്റ ഒരാളാണ് തടസ്സം. ആരാണെന്നറിയാലോ അല്ലെ? നേരത്തെ പറഞ്ഞ പേര് ആരാണ്? ഭീഷ്മർ. സംശയമാണ്. അപ്പൊ അർജുനൻ അറിയാം, ഭീഷ്മർ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ യുദ്ധം, പാണ്ഡവർ ഈ യുദ്ധം ജയിക്കാൻ പോകില്ല. അർജുനൻ എന്താ ചെയ്തതെന്നറിയോ? 9ാമത്തെ ദിവസം വൈകുന്നേരം യുദ്ധം കഴിഞ്ഞു. ഭീഷ്മരുടെ ടെന്റിലേക്ക് നടക്കുകയാണ്. ആ യുദ്ധത്തിന് അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. ശത്രുക്കൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം. അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദയൊക്കെ പിന്നെ തെറ്റി കുറച്ച് കഴിഞ്ഞപ്പോ. ഭീഷ്മരുള്ളിടത്തോളം കാലം ആ മര്യാദ ഉണ്ടായിരുന്നു. ഭീഷ്മർ വീഴുന്നതോടുകൂടിയിട്ട് ആ മര്യാദ തെറ്റാണ്. ഭീഷ്മരുടെ അടുത്തേക്ക് പോവാണ് അർജുനൻ. ഭീഷ്മരുടെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ് അർജുനൻ. ഭീഷ്മർ പറയാണ് വിജയ് ഭവാൻ. ഭീഷ്മർ വിജയ് ഭവാൻ എന്ന് പറയുമ്പോ തന്നെ അർജുനൻ പറയാണ് ആ ആശീർവാദം ഒന്ന് തിരിച്ചെടുത്തേക്കുന്നു. ഭീഷ്മർ എന്താ ആശീർവാദം തിരിച്ചെടുക്കാൻ പറയണേ? അങ്ങനെയുള്ളത്തോളം കാലം എങ്ങനെ ജയിക്കാനാ? പിന്നെ എന്തിനാ ഇങ്ങനെ ആശീർവദിക്കണേ? അപ്പോഴാണ് ഭീഷ്മർ പറയണത്. ഭീഷ്മർ ആശീർവാദം ഒന്നും തിരിച്ചെടുക്കുന്നില്ല. ഭീഷ്മർ പറയണത് എന്നെ തോൽപ്പിക്കാൻ ഒരു മാർഗമുണ്ട്. അങ്ങനെയാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി. അറിയാലോ, ബാക്കി കഥ അറിയാലോ. ഈ കഥയുടെ മെസ്സേജ് എന്താ അറിയോ? അർജുനനോട് ഈഗോ താഴ്ത്തി വെച്ചിട്ടേ ശത്രുവിന്റെ അടുത്ത് പോലും പോയിട്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ വിജയിപ്പിക്കാൻ ചിലപ്പോ ശത്രുവിന്റെ സഹായവും ചോദിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു പൊട്ട ഈഗോ മിത്രങ്ങളുടെ സഹായം പോലും ചോദിക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. കറക്റ്റല്ലേ? സത്യമല്ലേ? ഈ ഭയങ്കര രസമാണ് ഈ മഹാഭാരതത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനെ സ്റ്റഡി ചെയ്താൽ. അടുത്തൊരു ഈഗോന്റെ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ്രോണാചാര്യരുടെ കഥ നല്ല രസമാണ്. ദ്രോണാചാര്യരും ദ്രുപ്പൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ദ്രുപ്പനും അവര് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം ഒരു ഗുരുവിന്റെ കീഴിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന് പഠിച്ച് വന്നവരാണ്, വിദ്യാഭ്യസിച്ച് വന്നവരാണ്. അപ്പോ ദ്രോണരുടെ ക്ലാസ്മേറ്റ് ആണ് ദ്രുപൻ. അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ദ്രുപൻ പിന്നെ രാജാവാകുന്നു. ദ്രോണര് ഒരു പാവം ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്നു. ദ്രുപൻ രാജാവായി. ദ്രോണരാണെങ്കിൽ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അതിനൊരു വിവാഹം കഴിഞ്ഞു, കുട്ടികളായി, പരമദാരിദ്ര്യം. ദ്രുപനാണെങ്കിൽ രാജാവ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ദ്രോണര് പറയും ദ്രുപൻ എന്റെ സുഹൃത്താണ്, ദ്രുപൻ എന്റെ ഫ്രണ്ടാണ്. ഒരു ദിവസം ഭാര്യ പറയും അത്ര വലിയ ഫ്രണ്ടാണെങ്കിലും ഒന്ന് പോയിട്ട് പറഞ്ഞൂടെ, നമ്മുടെ ഈ ദുരിതം പറഞ്ഞൂടെ, ഫ്രണ്ട് സഹായിക്കില്ലേ? അങ്ങനെ ദ്രോണര് ചെല്ലാണ് ദ്രുപന്റെ അടുത്തേക്ക്. ശ്രദ്ധിക്കണം, ദ്രോണർ ചെല്ലാണ് ദ്രുപന്റെ അടുത്തേക്ക്. കാവൽക്കാരോട് പറയും പഴയ സുഹൃത്ത് വന്നിരിക്കുന്നു എന്ന് പറയാൻ പറയും. ദ്രുപൻ ഇറങ്ങി വരും. ദ്രുപൻ ദ്രോണരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കഥ ചുരുക്കി പറയാം കേട്ടോ. നീയാണോ എന്റെ സുഹൃത്ത്? നിനക്ക് കണ്ടൂടെ ഞാൻ രാജാവാണ്, നീ ഒരു പരമ ദരിദ്ര ബ്രാഹ്മണൻ. സമന്മാരാണ് ദ്രോണരെ സുഹൃത്തുക്കളാവുക, നീ ഒരിക്കലും എന്റെ സുഹൃത്തല്ല. അത് ദ്രോണരുടെ ഈഗോന് കിട്ടിയിട്ടുള്ള ഭയങ്കര അടിയാണ്. പക്ഷെ ഇവിടെ ഈഗോന് അടി കിട്ടുമ്പോ ആ ഈഗോന്റെ വേദന എങ്ങനെ വിജയമാക്കി മാറ്റാമെന്നുള്ളതാണ് ഇവിടുത്തെ കഥ കേട്ടോ. അതായത് നമ്മുടെ ഈഗോനെ ഒന്ന് വേദനിപ്പിച്ചാല് നേരെ പോയി ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്, അത് എങ്ങനെ ജീവിതത്തിൽ ഒരു വിജയമാക്കി മാറ്റാം. അതായത് ആ അടിയെ ഒരു എനർജി ആക്കി മാറ്റാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന അടികളുണ്ടല്ലോ, നമ്മുടെ ദേഹത്ത് ആരും അടിക്കാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ഇൻസൾട്ട് വലിയ എനർജി ആയിട്ട് മാറാറുണ്ട്. സത്യമല്ലേ? വിശ്വാസം അല്ലെ? സത്യമല്ലേ? അതായത് ചില ആൾക്കാർ നമ്മളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുമല്ലോ, എന്നെ എന്തിനു കൊള്ളാടാണ്. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് തോന്നും. കറക്റ്റല്ലേ? ചില ആൾക്കാർ അതോടുകൂടിയിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ച് അവിടെ ഒതുങ്ങിപ്പോകും. പക്ഷെ ചില അപൂർവ ആൾക്കാരുണ്ടല്ലോ, അതൊരു എനർജി ആക്കി മാറ്റും. ഈ ഇൻസൾട്ട് ദ്രോണർ എനർജി ആക്കി മാറ്റി.
ദ്രോണർ എന്താ ചെയ്തെന്നറിയോ? പിന്നെ ദ്രോണറിന് ഒരു പ്ലാനാണ് കേട്ടോ. ആ കഥ ചുരുക്കി പറയാം. അങ്ങനെ ദ്രോണർ ഈ പ്ലാനിങ് പ്രകാരം കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി മാറുന്നു. അറിയാലോ, കൗരവരും പാണ്ഡവരും വിദ്യ അഭ്യസിച്ചതിന് ശേഷം ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങേക്ക് വേണ്ട ഗുരുദക്ഷിണ? എന്ത് ചോദിച്ചാലും തരാം, എന്ത് ചോദിച്ചോ, ഈ ഭൂമിയിൽ എന്ത് ചോദിച്ചോ ഞങ്ങൾ തരും. കൗരവരും പാണ്ഡവരും ഒരുമിച്ച് നിന്ന് ചോദിക്കുകയാണ്, എന്താണ് അങ്ങേക്ക് വേണ്ട ഗുരുദക്ഷിണ? ദ്രോണർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ധ്രുവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തല മൊട്ടയടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് തരണം. ഇത്രേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തല മൊട്ടയടിച്ച് ധ്രുവനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ധ്രുവൻ കേൻ അപേക്ഷിക്കുകയാണ്, കാലിൽ വീണിട്ട്. ധ്രുവൻ പറയാണ്, എന്നെ കൊല്ലരുത്, എന്റെ രാജ്യം മുഴുവൻ എടുത്തോളൂ, എന്നെ കൊല്ലരുത്. ദ്രോണർ പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. ഇതാണ് അപമാനത്തെ എനർജിയാക്കി മാറ്റുന്ന മറുപടി. ഇതൊരു ഭയങ്കര മറുപടിയാണ്. ദ്രോണർ പറയാണ്, നിന്നെ കൊല്ലില്ല, നിന്റെ മുഴുവൻ രാജ്യവും വേണ്ട, ആ പകുതി രാജ്യം എനിക്ക് തരുമെന്ന് പറയും. പകുതി രാജ്യം കൊടുക്കും. പകുതി രാജ്യം ഇങ്ങോട്ട് എടുത്തിട്ട് ദ്രോണർ പറയാണ്, ധ്രുവ, ഇപ്പോ നമ്മൾ സമന്മാരായോ, ഇനി പോയിക്കോളൂ. ഇതാണ് ദിസ് ഇസ് വാട്ട് വി വാണ്ട്. ഇല്ല, കറക്റ്റല്ലേ? നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ മുമ്പിൽ ഒന്നും കൂടി പതുങ്ങി, ഒന്നും കൂടി വിഷമിച്ച്, ഒന്നും കൂടി നിലവിളിച്ച്, ഒന്നും കൂടി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ഒതുങ്ങല്ല വേണ്ടത്, അവിടെ എഴുന്നേൽക്കാൻ വേണ്ടതില്ല. കറക്റ്റല്ലേ? ഒരു ഭയങ്കര രസമുള്ളൊരു ഒരു മെക്സിക്കൻ പ്രൊവേർബ് ഉണ്ട്. അതിങ്ങനെയാണ്, ഞാൻ മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ്, they try to bury us. എന്താണ്? they try to bury us but they didn't know that we were seeds. അവർ ഞങ്ങളെ കുഴിച്ചുമൂടാൻ നോക്കി, അവർക്കറിയില്ല ഞങ്ങൾ വിത്തുകളാണ്. വിത്ത് കുഴിച്ചുമൂടി എന്താ വരിക? ഒരു മരമായിട്ട് മാറും. നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരുടെ മുന്നില് ഒരു മരമായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ എനർജിയാണ് ഈ ഭഗവത്ഗീത. അതിന്റെ ഒരു എനർജിയാണ്, ഒരു അപാര എനർജിയാണ്, രക്ഷയില്ലാത്ത എനർജിയാണ്. നമുക്ക് ആദ്യത്തെ ശ്ലോകം തന്നെ എന്ത് രസമായിട്ടാണ് ഇതിന്റെ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് യുദ്ധം സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നുമില്ല. ഒറ്റ ശ്ലോകത്തില് ഈ യുദ്ധം സംഭവിച്ചില്ലെങ്കിൽ ഒരു അതിശയമില്ല എന്നുള്ളത് ഒറ്റ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ശ്ലോകം, ആദ്യത്തെ ശ്ലോകം, ആദ്യത്തെ അധ്യായം, അർജുന വിഷാദ യോഗം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവൈശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. നമ്മൾ ഈ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്ര അന്ധനാണ്, അല്ലെ? അറിയാലോ അല്ലെ? ജന്മന അന്ധനാണ്. അദ്ദേഹത്തിന്റെ പത്നി ഗാന്ധാരി ജന്മന അന്ധയല്ല, പക്ഷെ ഭർത്താവിന് ഇല്ലാത്ത സൗഭാഗ്യം എനിക്ക് വേണ്ട എന്ന് കരുതി മനഃപൂർവ്വം കണ്ണു മൂടി കെട്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ചാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സാണ് ധൃതരാഷ്ട്രം. നമ്മുടെ മനസ്സ് ബ്ലൈൻഡാണ്. നമ്മളുടെ ഫീലിങ്സിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്, അനിഷ്ടത്തിനനുസരിച്ച് എല്ലാ അപകടങ്ങളിലും കൊണ്ട് നമ്മളെ ചാടിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സൊരു നിയന്ത്രണമില്ലാത്ത ആളാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ തന്നെ 8:00 തീരോ 9:00 തീരോ, വൈകുന്നേരം ചപ്പാത്തി വേണോ കഞ്ഞി വേണോ, ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ചിന്തിക്കും. ആ സ്വഭാവം കാണിക്കുന്ന ആളാണ് ആര്? നമ്മുടെ മനസ്സ്. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മനസ്സ്.
ചിലപ്പോ നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന, നമ്മളെ നേർവഴിക്ക് നടത്തുന്ന ഒരാളാണ് നമ്മുടെ ബുദ്ധി. ശ്രദ്ധിക്കണം. അപ്പൊ എപ്പോഴും മനസ്സ് പതരാതിരിക്കാനും മനസ്സ് അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരാളാണ് നമ്മളുടെ ബുദ്ധി. മനസ്സ് ഓൾറെഡി ബ്ലൈൻഡ് ആണ്. ഇന്റലക്ട്, ബുദ്ധിയും ബ്ലൈൻഡ് ആയുള്ള അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായോ? മനസ്സിലായോ? അതായത് ധൃതരാഷ്ട്രം ഓൾറെഡി ബ്ലൈൻഡ് ആണ്. ബുദ്ധിയാണ് ആര്? ഗാന്ധാരി. ബുദ്ധിയും ബ്ലൈൻഡ് ആയാൽ എന്താ സംഭവിക്കുക? ഒരുപാട് നെഗറ്റിവിറ്റീസ് ജീവിതത്തിൽ സംഭവിക്കും. ഈ നെഗറ്റിവിറ്റീസിന്റെ പേരാണ് കൗരവർ. മനസ്സിലാവുണ്ടല്ലോ. നമ്മുടെയൊക്കെ നമുക്ക് കൗരവർ എന്ന് പറഞ്ഞാൽ മക്കളില്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ ഉണ്ട് കുറെ കൗരവരില്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ഇത് വേണ്ട രീതിയിൽ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. ധൃതരാഷ്ട്ര ചോദ്യം കണ്ടില്ല. ധൃതരാഷ്ട്രയുടെ സഹോദരനാണ് പാണ്ഡു. പാണ്ഡുവിന്റെ പുത്രന്മാരാണ് പാണ്ഡവര്. നമ്മളുടെ ആളുകളും എന്റെ മക്കളും ആ പാണ്ഡുവിന്റെ മക്കളും ആ കുരുക്ഷേത്രത്തിൽ എന്താണ് ചെയ്യുന്നത്? എന്റെ ആളുകളും ആ പാണ്ഡുവിന്റെ മക്കളും ആ കുരുക്ഷേത്രത്തിൽ. ഈ ചോദ്യം തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ചോദ്യമാണ്. കാരണം ധൃതരാഷ്ട്ര പോലത്തെ ഒരു കാർന്നോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള്, ഒരു മെച്ചുവേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരാള്, രാജാവ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. എന്റെ ആളുകളും ആ പാണ്ഡുവിന്റെ ആളുകളും. എവിടെ ഈ വേർതിരിവ് സംഭവിക്കുന്നോ അവിടെ കോൺഫ്ലിക്റ്റ്, അവിടെ പ്രശ്നം, അവിടെ യുദ്ധം ആരംഭിക്കും. ഇല്ലേ? കറക്റ്റ് അല്ലേ? സത്യല്ലേ? എന്റെ ജാതി നിന്റെ ജാതി തീർന്നു, യുദ്ധം തുടങ്ങി. ആണോ? ഇല്ലേ? കറക്റ്റ് അല്ലേ? എന്റെ പാർട്ടി നിന്റെ പാർട്ടി, എന്റെ ആള് നിന്റെ ആള്. എവിടെയാണ് ഈ വേർതിരിവ്? അത് ഫുട്ബോൾ ടീമിന്റെ പേരിൽ വരെ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. എന്റെ ടീം നിന്റെ ടീം, എന്റെ നാട് നിന്റെ നാട്. അപ്പൊ എന്റേത് നിന്റെ എന്നുള്ള വേർതിരിവ് ചിന്ത എപ്പോ സംഭവിക്കുന്നോ അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? യുദ്ധം സംഭവിച്ചിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഒരു നെഗറ്റീവ് ചോദ്യത്തിൽ നിന്നാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നത്. നമുക്ക് അർജുനന്റെ ഒരു ചോദ്യമുണ്ട് സാഖ്യയോഗത്തിൽ കേട്ടോ. അതൊന്ന് കേട്ട് നോക്കാം. ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കുറെ പോയിന്റ്സ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കണം. 2-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം അതിഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്ന ചോദ്യം. ശ്രദ്ധിക്കണം. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാരവരിസൂദന. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. വരിസൂദന. അർജുനന്റെ ചോദ്യം, ഞാൻ ആ ഭീഷ്മരുടെ മടിയിൽ നിന്നിട്ടാണ് കഥകൾ കേട്ടു തുടങ്ങിയത്. എനിക്കിപ്പോഴും അദ്ദേഹം കഥകൾ പറഞ്ഞു തരുന്നത് ഓർമ്മയുണ്ട്. ആ ദ്രോണരാണ് എന്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് ആയുധം എടുത്തു തരുന്നത്. ആ ദ്രോണരാണ് എന്നെ ആയുധ വിദ്യ പഠിപ്പിച്ചത്. എന്റെ ഓരോ വിജയത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ സന്തോഷത്തിന്റെ തിളക്കം ഞാൻ കാണാറുണ്ട്. എന്റെ ഓരോ വിജയത്തിലും എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള അദ്ദേഹമാണ്. എന്തുമാത്രം എന്റെ വിജയത്തിൽ അഭിമാനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ആ ഗുരുവിനെയാണോ ഹരിസൂദന നീ കൊല്ലാൻ പറഞ്ഞത്? സൂദന എന്നുള്ള വാക്കിന്റെ അർത്ഥം രാക്ഷസന്മാരെ കൊന്നവനെ കൃഷ്ണ. നീ കൊന്നത് രാക്ഷസന്മാരെയാണ് കൃഷ്ണ. ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് നീ കൊന്നിട്ടുള്ളത്? നീ കൊന്നിട്ടുള്ളത് കൊല്ലപ്പെടേണ്ടവരെയാണ്. നീ കൊന്നിട്ടുള്ളത് ശത്രുക്കളെയാണ്. നീ കൊന്നിട്ടുള്ളത് രാക്ഷസന്മാരെയാണ്. നീ എന്നോട് കൊല്ലാൻ പറയുന്നത് ആരെയാണ് കൃഷ്ണ? എന്റെ പിതാമഹനെയോ?
എന്നെ മടിയിലിരുത്തി കഥകൾ പറഞ്ഞു തന്നിട്ടുള്ള, എന്നെ ഏറ്റവും വാത്സല്യത്തോട് ഈ ശത്രു പക്ഷത്ത് നിന്ന് ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോ ഇപ്പോഴും ഞാൻ കാണുന്നത് ശത്രുതയല്ല, വാത്സല്യമാണ്. ആ ശത്രുവിനെ, ആ പിതാമഹനെയാണോ നീ കൊല്ലാൻ പറയുന്നത്? പൂജിക്കപ്പെടേണ്ടവരാണ് അവര്. ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? പൂജിക്കപ്പെടേണ്ടവരാണ്. അവരുടെ ദേഹത്തേക്ക് പൂവെടുത്തെറിയാൻ പോലും പാടില്ല, കാൽപാദങ്ങളിലേക്ക് പൂവിടാനേ പാടുള്ളൂ. അവർക്ക് നേരെ അസ്ത്രമയക്കാനാണോ നീ പറയുന്നത്? ഹരിസൂതനാണ്. ഭയങ്കര ഡയലോഗാണ് കേട്ടത്. അതായത് വേദവ്യാസൻ ഇങ്ങനെ തകർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കതിന് തോന്നും എന്ത് ശരിയാണല്ലേ അർജുനൻ പറയണം, കറക്റ്റ് അല്ലേ? സോ നമുക്കെന്നെ കറക്റ്റാണ്. എങ്ങനെ കൊല്ലയാളെ, എങ്ങനെ ഈ ദ്രോണരെ വധിക്കുക, സ്വന്തം ഗുരുവിനെ വധിക്കുക, സ്വന്തം പിതാമഹനെ വധിക്കുക. അതും എന്റെ ഓരോ വിജയത്തിലും അഭിമാനിച്ചിട്ടുള്ള, ആഹ്ലാദിച്ചിട്ടുള്ള, എന്റെ കയ്യിലേക്ക് ആദ്യം ആയുധം നിന്നിട്ടുള്ള എന്റെ ഗുരുവിനെ വധിക്കാനോ നീ എന്നോട് പറയുന്നത്? ഹേ ഹരിസൂദന, ഹേ രാക്ഷസന്മാരെ കൊന്നവനെ. നമ്മൾ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോ നമ്മുടെ ലൈഫിൽ ഇതേ സിറ്റുവേഷനിലൂടെ ചെറിയ രീതിയിൽ നമ്മളെല്ലാവരും കടന്നുപോയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഞാനൊന്ന് വളരെ സിമ്പിളായി സാധാരണക്കാരുടെ രീതിയിൽ ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. ഇപ്പൊ എന്നെ കണക്ക് പഠിപ്പിച്ച എന്റെ മാഷ്, ശ്രദ്ധിക്കണം, 10ാം ക്ലാസ്സിൽ അദ്ദേഹം നല്ലോണം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് ഇദ്ദേഹം 10ാം ക്ലാസ് പഠിപ്പിച്ചതുകൊണ്ട്, മാർക്ക് കിട്ടിയതുകൊണ്ടും പാസ്സായി. എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടാനൊക്കെ കാരണം ഈ ഒരു മാഷിന്റെ 10ാം ക്ലാസ്സും കൂടിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു നല്ല ജോലിയൊക്കെ കിട്ടി ജീവിക്കുകയാണ്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ എന്റെ വീടിന്റെ അടുത്തേക്ക് താമസം മാറി വരികയാണ് ആര്? ഈ പഴയ കണക്ക് മാഷ്. അപ്പൊ എന്റെ ഉള്ളിൽ ഭയങ്കര കടപ്പാടുണ്ട് ആരോട്? ഈ കണക്ക് മാഷിനോട്. ഇയാള് കാരണമാണല്ലോ ഞാൻ 10ാം ക്ലാസ് പാസ്സായത്, ഇയാള് കാരണമാണല്ലോ ഈ ജോലിയൊക്കെ കിട്ടിയത്. ഭയങ്കര കടപ്പാടുണ്ട്. അപ്പൊ കാണുമ്പോ തന്നെ ഓടിച്ചു നോക്കിയ കാലൊക്കെ തൊട്ട് നമസ്കരിക്കുന്നു, ഭയങ്കര വിനയം കാണിക്കുന്നു. ഈ മാഷാണെങ്കിൽ ആളത്ര ശരിയല്ല. ശ്രദ്ധിക്കണേ, മാഷ് പഠിപ്പിക്കാനൊക്കെ കൊള്ളാമെങ്കിലും മാഷിന്റെ സ്വഭാവം അത്ര ശരിയല്ല. മാഷ് പതിയെ പതിയെ എന്റെ അയൽപ്പക്കത്ത് വന്ന് താമസം തുടങ്ങിയിട്ട് പതിയെ സ്ഥലം കയ്യേറാൻ തുടങ്ങി. ഞാൻ സ്ഥലം ഇങ്ങനെ കയ്യേറി വരികയാണ്. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറയുന്നുണ്ട്, ഈ മാഷാള് ശരിയല്ല കേട്ടോ, നിങ്ങൾ ഇപ്പോഴും തന്നെ മാഷിനെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ ഭാര്യയോട് പറയാണ്, അങ്ങനെ പറയരുത്, പൂജാർഹനാണ്, എന്നെ കണക്ക് പഠിപ്പിച്ച ആളാണ്, എന്നെ 10ാം ക്ലാസ് പാസ്സാക്കിച്ച ആളാണ്, ഇപ്പൊ ജോലി കിട്ടാനുള്ള കാരണം ഇദ്ദേഹമാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്, പൂജിക്കപ്പെടേണ്ട ആളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? പറയും. ഈ അവസ്ഥയിലാണ് അർജുനൻ നിൽക്കുന്നത്. പ്രണമനസ്സിലാവുണ്ടല്ലോ അല്ലെ? പ്രണമനസ്സിലാവുണ്ടോ? അതായത് അർജുനൻ ഇപ്പോഴും താൻ ഒരു ശത്രുപക്ഷത്ത് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു നേതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്നുള്ളത് അർജുനൻ മറന്നിട്ട് ആ ഒരു ഗുരുവിന്റെ മുന്നിൽ ഒരു ശിഷ്യനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും അർജുനൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം എന്താ അറിയോ? സിറ്റുവേഷൻ മാറിയാലും നമ്മുടെ റോള് മാറുന്ന കാര്യം, നമ്മുടെ ഐഡന്റിറ്റി മാറുന്ന കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. കറക്റ്റ് അല്ലേ? സത്യമല്ലേ? അതായത് അപ്പോൾ ഡോക്ടർ കൈയടിക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനെ തന്നെ ഒരു ഉദാഹരണം നോക്കണം. ആ ഡോക്ടർ അങ്ങനെയല്ല, എന്നാലും നമ്മുടെ ഗീത ഡോക്ടർ ഒരിക്കലും അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഡോക്ടർമാർ നമ്മൾ കണ്ടില്ലേ, അതായത് അവര് ഡിസ്പെൻസറിയിലും ഡോക്ടർ ആയിരിക്കും, പുറത്തും ഡോക്ടർ ആയിരിക്കും, സിനിമാ തിയേറ്ററിലും ഡോക്ടർ ഇരിക്കണവരായിരിക്കും. ചിരിക്കാൻ പേടിയായിരിക്കും, കാരണം ഡോക്ടർ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ. അപ്പൊ എല്ലായിടത്തും ഒരൊറ്റ രീതിയിലും തന്നെ പെരുമാറി ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? അവർക്ക് സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചിട്ട് അവരുടെ എക്സ്പ്രഷൻ മാറാനോ അവരുടെ എന്താ പറയാ അവരുടെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വരുത്താനോ പറ്റാത്ത ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ആൾക്കാർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ബാങ്കില് മാനേജർ ഒരുപാട് ടെൻഷനുമായിട്ട് നേരെ വന്ന് വീട്ടില് മകന്റെ മുന്നിൽ ഇരിക്കുമ്പോ മകൻ ആഗ്രഹിക്കുന്നത് ഒരു അച്ഛനെയാണ്, ഭാര്യ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. അവർക്ക് ആർക്കും മാനേജറിന് ആവശ്യമില്ല. മകന് മാനേജറിന് ആവശ്യമുണ്ടോ? ഭാര്യയ്ക്ക് മാനേജറിന് ആവശ്യമുണ്ടോ? അവർക്ക് ആരെയും വേണ്ടത്? അച്ഛനെയും ഭർത്താവിനെയൊക്കെയാണ്. പക്ഷെ ഈ ബാങ്കും ചുമന്നുകൊണ്ട് വീട്ടിൽ വരുമ്പോ കുടുംബത്തിന്റെ മുമ്പിൽ മാനേജറായിട്ട് ഇരുന്ന് ആ സിറ്റുവേഷൻ കളവും മനസ്സിലാവുന്നല്ലേ? അങ്ങനെ അർജുനൻ ഞാൻ ഇപ്പോഴും ആ ശിഷ്യൻ, ആ കടപ്പാടിന്റെ പുറത്ത് യുദ്ധം ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മറന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പ്രണം മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഒരു രസമുള്ള ഒരു കഥയുണ്ട്. അതായത് ഒരിക്കൽ ഈ തൃശ്ശൂര് ഒരു നാടകം നടക്കണം, രാമായണ നാടകം. അപ്പോ നാടകത്തില് രാമനായിട്ട് അഭിനയിക്കുന്നത് തൊട്ടടുത്ത് പലചരക്കട നടത്തുന്ന ഒരു ജോസാണ്. ഈ ജോസിനാണെങ്കിൽ നാടക കമ്പം അങ്ങനെ കൂടിയിട്ട് എല്ലാവർക്കും അറിയാം, നല്ലോണം നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യും. ജോസാണ് നാടക നടനായിട്ട് അഭിനയിക്കുന്നത്, രാമനായിട്ട് അഭിനയിക്കുന്നത്.
അങ്ങനെ രാമായണം ആരംഭിച്ചു. ഗംഭീര നാടകം. എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓരോ കഥാപാത്രങ്ങൾ വരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ ജോസാണ് രാമൻ എന്നുള്ള കാര്യം ആർക്കറിയില്ല. അത് സർപ്രൈസ് ആണ്, ആർക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ രാമൻ നടന്നു വരുന്നു. ജോസിനെ കാണാൻ നല്ല പേഴ്സണാലിറ്റി ഒക്കെയാണ്. രാമൻ ഇങ്ങനെ നടന്നു വരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ ജോസാണ് രാമൻ. അപ്പൊ ജോസിന്റെ സ്റ്റേജിന്റെ ഫ്രണ്ടിലിരിക്കുന്ന തൊട്ടടുത്ത സുഹൃത്ത് ജോസാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ പെട്ടെന്ന് ഇത് രാമായണമാണെന്നും ഇത് രാമനാണെന്നും സുഹൃത്തും മറന്നിട്ട് പെട്ടെന്ന് സുഹൃത്ത് എടാ ജോസ് നീയാണ്. അപ്പോ എടാ ജോസ് നീയാണെന്നുള്ളൊരു ചോദ്യം ആ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് വന്നുകൂടിയിട്ട് ഈ ക്രൗഡും ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇത് രാമനാണോ ജോസാണോ? ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ എട ജോസ് എന്നുള്ള വിളി രാമനായിട്ട് നിൽക്കുന്ന ജോസ് പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ രാമന്റെ ഫുൾ ഭാവത്തിൽ നിൽക്കുന്ന ജോസ് എന്നുള്ള വിളി പ്രതീക്ഷിച്ചില്ല. ജോസ് എന്താ ചെയ്തെന്നറിയോ? ശ്രദ്ധിക്കണേ. ശ്രീരാമൻ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തൊരു ആക്ഷൻ കാണിച്ചു. അതോടുകൂടി നാടകം കൊളായി. ഒരിക്കലും ശ്രീരാമനിൽ നിന്ന് ഇങ്ങനൊരു ആക്ഷൻ വരാൻ പാടില്ല. അത് ജോസിൽ നിന്ന് വന്നു. അതോടുകൂടി രാമായണ നാടകം തുടങ്ങി. ഒരു ചോദ്യം വരികയാണ് കേട്ടോ. ഒന്ന് ചോദിച്ചെന്നോട്, എടാ ജോസൻ നീയാണെന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ ശ്രീരാമനായിട്ട് നിൽക്കുകയാണ്. ജോസാണ് ചോദിക്കേ. എടാ ജോസൻ നീയാണ് ചോദിക്കുക. ദൈവമായിട്ട് ചോദിക്കും. എടാ ജോസൻ അങ്ങനെ എടാ ജോസൻ നീയാണോ ചോദിക്കും. ഉറക്കെ ചോദിക്കും. അങ്ങനെയല്ല, എടാ ജോസൻ നീയാണോ എന്ന് ചോദിക്കും. ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഒരിക്കലും ആരും കാണിക്കാൻ പാടില്ല. എടാ ജോസൻ നീയാണെന്ന് വെച്ചപ്പോ ഉടനെ തന്നെ ജോസ്. ഈ ആക്ഷൻ ഒരിക്കലും ശ്രീരാമന്റെ ആക്ഷൻ അല്ലേ? അപ്പൊ ശ്രീരാമൻ എന്ന കഥാപാത്രത്തെ ആര് മറന്നുപോയി? ശ്രദ്ധിക്കണം. ആര് മറന്നുപോയി? ജോസ് ഒരു നിമിഷം മറന്നതോടുകൂടി പിന്നെ കൂവും ബഹളമായി കത്തിടേണ്ടി വന്നു. ആ നാടകം എന്ന സിറ്റുവേഷൻ ടോട്ടലി മോശമായി. ഈ സിറ്റുവേഷനാണ് അർജുനൻ. മനസ്സിലാവുണ്ടോ? അതായത് ഞാൻ എന്ത് റോളിലാണ് ഇവിടെ നിൽക്കേണ്ടത്, എന്ത് റോളാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്താണ് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് മറന്നിട്ട് നിൽക്കുകയാണ് ആര്? അർജുനൻ. പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോ ചില സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷെ അനീതി അവരിൽ നിന്നുണ്ടായാൽ പോലും അപ്പോ അവരുടെ പുറത്ത് എന്ത് ആക്ഷൻ ആണോ എടുക്കേണ്ടത് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണല്ലേ? കറക്റ്റ് അല്ലേ? സത്യമല്ലേ? ചിലപ്പോ ചില ആളുകൾ കണ്ടിട്ടില്ലേ, അതായത് മുത്തച്ഛനല്ലേ, വല്യച്ഛനല്ലേ, ചെറിയ ഒരുപാട് അനീതി കണ്ടാൽ ഇങ്ങനെ സഹിച്ച് ജീവിച്ച ഒരു തലമുറയെന്ന് എനിക്കറിയാം. ഇപ്പൊ അങ്ങനെ സഹിക്കണ്ടാവില്ല. കറക്റ്റ് അല്ലേ? ഇതൊക്കെ ഈ ശ്ലോകത്തിന്റെ ഉദാഹരണമാണ്. കാരണം ആ പണ്ടത്തെ കടപ്പാട്, പഴയ ഉത്തരവാദിത്വം, ഇപ്പൊ സിറ്റുവേഷൻ മാറിയതും ഇപ്പൊ റോള് മാറിയതും ഇപ്പൊ സാഹചര്യം മാറിയതും മനസ്സിലാക്കാണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നോക്ക്, ഞാനിപ്പോ ഒരു താൽക്കാലികമാണ് ഈ ആചാര്യന്റെ വേഷം. താൽക്കാലികം ഒരു 1.5-2 മണിക്കൂർ നേരത്തെ ഞാനിങ്ങനെ പുറത്തിറങ്ങി ഉടനെ ഇങ്ങനത്തെ സംസാരിച്ചിട്ട് നടന്ന എനിക്ക് മെന്റലാണ് ഞാൻ കേൾക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങിയോടുകൂടി ഞാൻ വെറും ഒരു സാധാരണ ഒരാളായിട്ട് മാറിയാൽ മാത്രമേ ആളുകൾ എന്നോട് അടുക്കുള്ളൂ, ആളുകൾ എന്നോട് ഇഷ്ടപ്പെടുള്ളൂ, എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. അല്ലെ? കറക്റ്റ് അല്ലേ? സ്വർണ്ണം. അല്ലാതെ എപ്പോഴും ഞാനിങ്ങനെ അങ്ങനെ നടന്നുള്ള അവസ്ഥ ആരും കണക്റ്റഡ് ആവില്ല നമ്മളായിട്ട്. കണ്ടില്ല അങ്ങനത്തെ ആൾക്കാര് എപ്പോഴും ഒരേപോലെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാര്. അപ്പൊ നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവാൻ, ഒന്ന് ഫ്രീ ആവാൻ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറാൻ നമുക്ക് സാധിച്ചാലേ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്താണോ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാനസികമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇവിടെ അർജുനന് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാനസികമായിട്ട് മാറാൻ സാധിക്കുന്നില്ല. അപ്പോഴും ഗുരുവായിട്ട്, അപ്പോഴും പിതാമഹനായിട്ട് കാണുമ്പോ, പക്ഷെ അവര് മാറിക്കഴിഞ്ഞു. അവർ അർജുനനെ ശത്രുവായിട്ട് കണ്ടു കഴിഞ്ഞു. അവർ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർക്കൊരു കൺഫ്യൂഷനും ഇല്ല. മനസ്സിലാവുണ്ടോ? അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. കൺഫ്യൂഷൻ അർജുനന് മാത്രമാണ്. കാരണം അവർക്ക് അവരുടെ റോള് ക്ലിയർ ആണ്, എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണല്ലോ അവർ യുദ്ധത്തിന് തയ്യാറാവുന്നത്. അവർക്കുള്ള ഇതേ കടപ്പാട്, ഇതേ സ്നേഹവും അവർക്കുള്ളിലുണ്ട്. ഈ പറയുന്ന ഭീഷ്മരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. ദ്രോണന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷെ അവർക്കറിയാം ഇപ്പോഴത്തെ അവരുടെ റോള് വേറെയാണ്, അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചേ പറ്റുമെന്ന്. പക്ഷെ അർജുനന്
ആ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ സാധിക്കുന്നില്ല. ഇത് മാറാൻ സാധിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? ചില ആൾക്കാരുണ്ടല്ലേ, ഒരു കുറച്ച് പ്രായം കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പണ്ടത്തെ പോലെ നടക്കാൻ വയ്യ, പണ്ടത്തെ പോലെ ഇരിക്കാൻ വയ്യ, പണ്ടത്തെ പോലെ പറ്റില്ല. ഇപ്പോ അത് മനസ്സിലാക്കി ഒന്ന് ഉൾക്കൊണ്ടേ പറ്റൂല. കറക്റ്റ് അല്ലേ സാറിന്? ചില ആൾക്കാർ ഇങ്ങനെ പറയണേക്കെ, ഞാൻ രാവിലെ എണീറ്റിട്ട് 10 കിലോമീറ്റർ ഓടുവരുന്നത്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 80 വയസ്സായി. അല്ല, ഏത് പ്രായത്തിലാണ് ഓടിയിരുന്നത്? 30 വയസ്സുള്ളപ്പോ. 30 വയസ്സിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മെന്റലി മാറിയില്ലെങ്കിൽ നമ്മൾ എന്നും കൺഫ്യൂസ്ഡ് ആയിട്ട് ജീവിക്കേണ്ടി വരില്ലേ? കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഓരോ ശ്ലോകത്തിന്റെ പിന്നിലും ഓരോ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള 2 സംഭവങ്ങൾ എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് കേട്ടോ. 100% നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ വേണം. റെഡിയാണോ? 100% നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ വേണം. കാരണം ഈ ഒരു പോയിന്റ് ചിലപ്പോ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സാധിച്ചാല് ഒരുപാട് മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് ഗ്യാരണ്ടിയാണ്. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു പോയിന്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. 100% ഇവിടെ നിങ്ങൾ ശ്രദ്ധ വേണം കേട്ടോ. ഇതുവരെ നിങ്ങൾ എന്ത് ആലോചിച്ചിരുന്നാലും കുഴപ്പമില്ല, ഇനി 100% നിങ്ങളുടെ മനസ്സ് എനിക്ക് തരുമോ? 100%. നമുക്കറിയാം, മഹാഭാരതത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് കർണനും അർജുനനും, അല്ലെ? അർജുനനും കർണനെയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ കർണനാണ് കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ്, കൂടുതൽ എന്താ പറയാ, ക്യാരക്ടർ വൈസും എല്ലാ രീതിയിലും. പക്ഷെ കർണൻ അർജുനന്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്, അല്ലേ? സത്യമല്ലേ? കർണൻ അർജുനന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കർണനെ നയിച്ചത്, കർണന്റെ സാരഥി, തേരാളി ശല്യർ എന്നുള്ള ഒരാളാണ്. ഓക്കെ, അർജുനന്റെ തേരാളി, സാരഥി ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്, കൃഷ്ണനാണ്. ഭഗവാൻ എന്ന വാക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഭഗവാൻ എന്നുള്ള വാക്കിനെ ടോട്ടൽ പോസിറ്റിവിറ്റി എന്ന് ഉപയോഗിക്കാം. എന്താണ് ഭഗവാൻ? എന്താണ്? ഒരു അംശം പോലും, അതായത് നെഗറ്റിവിറ്റിയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു സംഭവത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തൽക്കാലം അങ്ങനെ വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഭഗവാൻ, ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% പോസിറ്റീവ്. നമുക്ക് ഈ കഥയിലേക്ക് വരാം കേട്ടോ. ഈ അടുത്ത് ഏതോ ഒരു നവരാത്രിയില് ഗുരുദേവനോട് ചോദിച്ചു, ഗുരുജി, എന്തിനാണ് ഈ ദേവി രാക്ഷസന്മാരെ വധിക്കാനായിട്ട് യുദ്ധം ചെയ്യാൻ പോവാണല്ലോ? നവരാത്രി യുദ്ധം ചെയ്യാൻ പോവാണ്. ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദേവി ഈ പട്ടുസാരിയും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? എന്താണ് ആ ചിഹ്നം, ആ അടയാളത്തിന്റെ സന്ദേശം എന്ന് ചോദിച്ചു. കാരണം പട്ടുസാരിയെ കൊടുത്തിട്ട് യുദ്ധത്തിന് പോകാൻ അത്ര സൗകര്യമുള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, രാവിലെ പട്ടുസാരി എടുത്തിട്ട് ഓടാൻ പോണ കാര്യം. അപ്പൊ ഓരോന്നിനും ഓരോ ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അപ്പൊ യുദ്ധത്തിന്റെ ഒരു ഡ്രസ് കോഡായിട്ട് മാച്ച് ആവണില്ല എന്ത്? ഈ പട്ടുസാരി ആഭരണങ്ങൾ ഇട്ടിട്ട് യുദ്ധത്തിന് പോകണത് സൗകര്യമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ എന്താണ് ചിഹ്നം എന്ന് ചോദിച്ചപ്പോ ഗുരുദേവൻ അതിനെ വ്യാഖ്യാനിച്ച് നല്ല രസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. പട്ടുസാരി, ആഭരണം, ദേവി എന്ന് പറയുന്നത് 100% എന്താണ്? പോസിറ്റിവിറ്റിയാണ്. അപ്പോ നമ്മുടെ എല്ലാവരുടെ ഉള്ളില് നെഗറ്റിവിറ്റി ഉണ്ട്. നെഗറ്റിവിറ്റിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഒറ്റ മാർഗമുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പെട്ടെന്നൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരും. നെഗറ്റിവിറ്റിനെ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗമുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ? നെഗറ്റിവിറ്റിനേക്കാൾ കൂടുതൽ പോസിറ്റിവിറ്റിയെ സ്ട്രോങ് ആക്കി മാറ്റുക. പ്രമുഖല്ലേ? അപ്പൊ ഇതിന്റെ അടയാളമായിട്ടാണ് ദേവി, പട്ടുസാരി, ആഭരണങ്ങൾ. എന്ന് വെച്ചാൽ എന്താണ്? 100% നമ്മൾ പോസിറ്റീവ് ആവുമ്പോ നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് തനിയെ ഒഴിഞ്ഞ് പോയിക്കൊള്ളും. അപ്പൊ 100% നമ്മളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവത്ഗീത. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോ പോസിറ്റീവാണ് അർജുനനെ നയിക്കുന്ന ഭഗവാൻ. ശല്യർ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശല്യം എന്നുള്ള വാക്ക് തന്നെ എന്തൊരു ശല്യം എന്ന് നമ്മൾ പറയില്ലേ? എന്തൊരു ശല്യമാണത്. അപ്പൊ ശല്യം എന്നുള്ള ക്യാരക്ടർ തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ശല്യര് ഈ കർണനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത ആൾ കൂടിയിട്ടാണ് കേട്ടോ. കാരണം ശല്യർ ഇടക്കിടക്ക് പറയുന്നുണ്ട്, നീ ഒരു സൂതപുത്രനല്ലേ, നിനക്ക് യുദ്ധം ചെയ്യാനൊക്കെ അറിയോ? നീ ആരെയാണ് നേരിടാൻ പോണത്? ഈ അർജുനനെയാവും. ഈ അർജുനനെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എപ്പോഴും
കർണനെ ഡീമോട്ടിവേറ്റ് ചെയ്ത്, ഡിസ്കറേജ് ചെയ്ത്, നിരുത്സാഹപ്പെടുത്തി, മാനസികമായിട്ട് തളർത്തി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്? ശല്യർ. ഭഗവാൻ അങ്ങനെയല്ലോ. അർജുനൻ തളരുമ്പോഴൊക്കെ അർജുനെ എൻകറേജ് ചെയ്ത്, സ്ട്രോങ് ആക്കി, സ്ട്രെങ്ത് കൊടുത്ത്, ധൈര്യം പകർന്നു കൊടുക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുത്താനുള്ള ഒരു കാര്യമാണ് അവിടെ പറയാൻ പാടാ. നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ, ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ നമ്മൾ നമ്മളോടൊരു സംസാരം നടത്തുന്നുണ്ട് എപ്പോഴും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾ ഒരു സെൽഫ് ഡയലോഗിൽ ഏർപ്പെടാറുണ്ട്. അതായത് നമ്മൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, ഇനിയിപ്പോ എന്താ വേണ്ടത്, നാളെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ നമ്മളോടുള്ള ഈ ചിന്തകളൊക്കെ നമ്മൾ നമ്മളായിട്ടുള്ള സംസാരമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മളും തമ്മിലുള്ള സംസാരം, മറ്റുള്ളവരോടുള്ള സംസാരമല്ല, നമ്മളും തമ്മിലുള്ള സംസാരം അധികവും ഒന്ന് ഒബ്സർവ് ചെയ്താല്, ഒന്ന് നിരീക്ഷിച്ചാല് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയാണ് നാളെ, അത് നടന്നാൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കും. അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോ മനസ്സിൽ വരുന്ന ചിന്തകൾ മുഴുവനും അത് നടക്കും, ഉറപ്പായിട്ട് നടക്കും എന്നുള്ള ആ ചിന്തയാണോ മനസ്സിൽ അധികവും വരുന്നത്? നടക്കുമോ, നടന്നില്ലെങ്കിൽ ആകെ പ്രശ്നവും, നടക്കുമായിരിക്കും അല്ലേ, ഇനി അയാൾ തടസ്സം നിൽക്കുമോ? സത്യം പറ, ഈ പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ള ചിന്ത മാത്രമാണ് വരുന്നത്, അതോ അതിന്റെ കൂടെ ഇടയ്ക്ക് നെഗറ്റീവായിട്ട് നടക്കുമോ എന്നുള്ള സംശയവും കയറി വരാറുണ്ട്? സത്യം പറ, കൈവക്ക് എല്ലാവരും കൈവക്ക്. വരാറുണ്ട് അല്ലേ? ഇനി സത്യസന്ധമായിട്ട് അടുത്ത ചോദ്യം, അധികവും ഈ ഡയലോഗ് കൂടി വരും. അതായത് അത്രയും വലിയൊരു കാര്യമാണെങ്കിൽ ഡയലോഗ് ഇങ്ങനെ കൂടി വരും. പിന്നെ അധികവും കൂടുതലും നെഗറ്റീവ് ആണോ കൂടുതലും പോസിറ്റീവ് ആണോ? കൂടുതലും നെഗറ്റീവ് ആണ്. സത്യല്ലേ? കൂടുതലും നെഗറ്റീവ് ആണ്. ശ്രദ്ധിക്കണം, ഈ നെഗറ്റീവ് ചിന്താഗതിയെ നമുക്ക് ശല്യം എന്ന് വിളിക്കാം, ഈ പോസിറ്റീവ് ഡയലോഗിനെ നമുക്ക് കൃഷ്ണൻ എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കണം, നിങ്ങളെ ജീവിതത്തിൽ നയിക്കുന്നത്, ഇപ്പോ കർണനെ നയിച്ചത് ശല്യരാണല്ലോ, അർജുനനെ നയിച്ചത് ശല്യരാണ്. ശ്രദ്ധിക്കണം, നിങ്ങളെ ജീവിതത്തിൽ അധികവും നയിക്കുന്നത് ശല്യരാണോ കൃഷ്ണനാണോ? സത്യം പറയാം. എത്ര പേര് ഭഗവാനോട്, കൃഷ്ണനോട് പ്രാർത്ഥിക്കാറുണ്ട്? കൈവക്ക് താഴ്ത്ത്. എത്ര പേര് ശല്യരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? എത്ര പേര് ശല്യരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും വീട്ടിലെ കുട്ടികൾക്ക് മോനെ ശല്യ എന്ന് പേരിട്ടിട്ടുണ്ടോ? അപ്പോ പേര് മുഴുവൻ കൃഷ്ണന്റെ പേരുകളാണ്. പ്രാർത്ഥിക്കുന്ന കൃഷ്ണനോടാണ്. ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്ന കൃഷ്ണനോടാണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ, പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനോടാണ്, പക്ഷേ കേൾക്കുന്നത് ശല്യരെയാണ്. ഗുരുവായൂർ ഞാൻ പോകാറുണ്ട്, ഉള്ളിൽ പ്രവേശിപ്പിക്കില്ല, അറിയാലോ, ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് കൂടെ ഉണ്ടല്ലോ, നമുക്ക് വലിയ വിഷമം തോന്നാറില്ല. അപ്പൊ വൈഫ് ഹിന്ദു ആയതുകൊണ്ട് പുള്ളിക്കാരി കയറും. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് താമസിക്കണമെങ്കിൽ അതിരാവിലെ 3 മണിക്കൊരു പ്രാർത്ഥനയില്ല, എന്താ പറയാ, നിർമാല്യം തൊഴിൽ. അത് ഭയങ്കര രസമുള്ളത്. പുറത്തു പോയി നിന്നാൽ തന്നെ അത് ഭയങ്കര ഫീലാണ്. പുറത്തു പോയി ഇങ്ങനെ നിൽക്കും. ശ്രദ്ധിക്കണേ, നിർമാല്യം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്ര ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ ഗുരുവായൂർ ഈ നിർമാല്യം തൊഴാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇപ്പൊ ലിഫ്റ്റിൽ താഴോട്ട് വരികയാണെങ്കിൽ അതിനുവേണ്ടി തന്നെ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടാകും നിർമാല്യം തൊഴാൻ വേണ്ടി. ഗുരുവായൂരപ്പനെ കാണാൻ പോകട്ടോ. ഏറ്റവും പോസിറ്റീവ്, ഏറ്റവും ആഗ്രഹിച്ച് കൊതിച്ചിട്ടൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ വിദേശത്തിനൊക്കെ ഉണ്ടാവാറ് ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. ശ്രദ്ധിക്കണേ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ് ഗുരുവായൂർ. ചർച്ച ചെയ്യണത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ശരിക്കും കാണാൻ പറ്റുമോ ആവോ, തിരക്കുണ്ടാവോ ആവോ. ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോ പോലും സംസാരിക്കുന്നത് ശല്യരാണ്, കേൾക്കുന്നത് ശല്യരാണ്. ശ്രദ്ധിക്കണം. നാളെ മുതലേ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ. ഇന്ന് ഞാൻ ഈ ഒരു പുതിയ പ്രവൃത്തിക്ക് ഇറങ്ങുകയാണ്. ഇപ്പോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശല്യരാണോ കൃഷ്ണനാണോ? ശല്യരാണ് സംസാരിക്കണമെങ്കിൽ ശല്യരോട് പറ,
മിണ്ടല്ലേ, ഞാൻ കൃഷ്ണൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. നമ്മുടെ പ്രാർത്ഥന ഭയങ്കര രസമാണ്. നമ്മുടെ പ്രാർത്ഥന, കാരണം ഈ അർജുനൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നും കൂടിയാണ്. ശ്രദ്ധിക്കണം, എന്താണ് അർജുനൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? നിഷ്കളങ്കൻ. നിഷ്കളങ്കത്തിനെങ്കിൽ വൺ ഹു ഇസ് സ്ട്രേറ്റ് ഫോർവേഡ്. കുറച്ചുകൂടി പറഞ്ഞാല്, അതായത് മനസ്സും ബുദ്ധിയും ശരീരവും അലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് അർജുനൻ. അർജുനൻ കണ്ടില്ലേ, അർജുനൻ വില്ലാളി വീരനാണ്, കേമനാണ്. ഒരു വിഷമം വന്നപ്പോ തുറന്നു പറയാൻ ഒരു മടിയുണ്ടായില്ല ഭഗവാനോട്. കൃഷ്ണ എനിക്ക് ഭയം തോന്നുന്നു, കൃഷ്ണ എനിക്ക് വയ്യ, കൃഷ്ണ എന്റെ കൈകൾ തളരുന്നു. ഒരു ഈഗോയിൽ ഒന്നുമില്ല. അത്ര മനസ്സിനുള്ളത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ആര്? അർജുനൻ. നമ്മളത് കാണിക്കാറില്ല. നമുക്ക് ഈ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മളിപ്പോ ഗുരുവായൂർ തന്നെ ശ്രദ്ധിക്കണം. ഗുരുവായൂർ തന്നെ പ്രാർത്ഥന ഫലിക്കാനുള്ള ഒരു സീക്രട്ട് കൂടി ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥന ഫലിക്കാനുള്ള ഒരു സീക്രട്ട് കൂടി പറയാണ്. നമ്മളിപ്പോ ഗുരുവായൂർ പോവാണ്, ഒരു കണക്കിന് ഇടിച്ചു കുത്തി തിരക്കിന്റെ ഇടയിലൊക്കെ പെട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ എത്താറായി. അപ്പത്തേക്കും പെട്ടെന്ന് മനസ്സ് ചിന്തിക്കുകയാണ്, പുറത്തിടക്കുന്ന ചെരുപ്പ് 4000 രൂപയുടെയാണ്, കഴിഞ്ഞ തവണ 3000 രൂപയുടെ ചെരുപ്പാണ് പോയത്, അത് അവിടെ തന്നെ ഉണ്ടാവോ പോവുമ്പോ? ശ്രദ്ധിക്കണം, തമാശല്ല, ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സിൽ എന്തു വന്നു? ചെരുപ്പ് വന്നു. ശ്രദ്ധിക്കണം. പെട്ടെന്ന് ബുദ്ധി പറയാണ്, എന്തൊരു തിക്കും തിരക്കാണ് ഇവിടെ, ഇത് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ, എന്തിനാ ഈ തിരക്കിന്റെ ഉള്ളിലുണ്ട്? വീട്ടിലുണ്ടല്ലോ ഒരു ഗുരുവായൂരപ്പന്റെ പടം, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. കാറിന്റെ ഡാഷ്ബോർഡിലുണ്ട്, പേഴ്സിന്റെ അകത്തുണ്ട്, എവിടെ നോക്കിയാലും ഇത് എവിടെയെങ്കിലും സൗകര്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ ഗുരുവായൂരപ്പനെ എല്ലായിടത്തും ഇല്ലേ, ഇത് ഇവിടെ തന്നെ ഇടിച്ചു കുത്തി ഇങ്ങനെ വരുന്നത്? ബുദ്ധി അങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ, ശരീരം ഇങ്ങനെ താണു വണങ്ങി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു വിനയത്തോട് കൂടിയിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? മൂന്ന് രീതിയിലാണ്. ശരീരം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്നു, ബുദ്ധി ചിന്തിക്കുന്നു ഗുരുവായൂരപ്പൻ എവിടെയില്ല, ഇങ്ങനെ കുത്തി വെള്ളത്തിന്റെ ഇടയിൽ വരേണ്ട ആവശ്യമുണ്ടോ, മനസ്സ് ചെരുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്തിനെ അനുഗ്രഹിക്കും? പറയാം, എന്തിനെ അനുഗ്രഹിക്കും? നിങ്ങളെ ചില ആളുകൾ വഴി ചോദിക്കുമ്പോ വഴി പറഞ്ഞ കണ്ടോ, കൈ ഇങ്ങനെ കണ്ടിട്ട് പറയും ഇടത്തേക്ക് തിരിയോ, ഇടതുവശത്തേക്ക് തിരിയോ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയോ, കണ്ടോ? അങ്ങനെ അങ്ങോട്ട് അല്ല ചേട്ടാ, കൈ കാണിക്കുന്ന റൈറ്റ് അല്ലേ, ലെഫ്റ്റ് സൈഡ് ഉറപ്പിച്ചു പറയും, ലെഫ്റ്റ് സൈഡ്. അതായത് അയാളുടെ വാക്ക് ലെഫ്റ്റ് സൈഡും പ്രവൃത്തി റൈറ്റ് സൈഡും ആണ്. അപ്പൊ വാക്ക് ലെഫ്റ്റ് സൈഡും ആക്ഷൻ റൈറ്റ് സൈഡും ആവുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഗുരുവായൂരപ്പന്റെ അവസ്ഥയാണല്ലോ ഇപ്പൊ നമ്മുടെ അവസ്ഥ. പ്രണവസം ഉണ്ടല്ലോ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥ. അതായത് ആക്ഷൻ റൈറ്റ് സൈഡും പറയുന്നത് ലെഫ്റ്റ് സൈഡ് തിരിയൂ, ലെഫ്റ്റ് സൈഡ്. ഇവിടെ തന്നോടല്ലേ പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് തിരിയൂ. നമുക്ക് മനസ്സിലാവുന്നത് ആക്ഷൻ റൈറ്റ്, വായന ലെഫ്റ്റ്. നമ്മൾ എന്താ ചെയ്യാ? പറയാൻ എന്താ ചെയ്യാ? നമ്മളൊക്കെ കാര്യം ചെയ്യുള്ളൂ. എന്താ ചെയ്യാന്നറിയോ? അടുത്ത ആളോട് ചോദിക്കും. ഇയാളോട് ചോദിച്ചിട്ട് ഗുരുവായൂരപ്പൻ എന്താ ചെയ്യാ? ഗുരുവായൂരപ്പൻ ചെരുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിനെ അനുഗ്രഹിക്കുവോ, ബുദ്ധിനെ അനുഗ്രഹിക്കുവോ, ഈ താണു വണങ്ങി നിൽക്കുന്ന ശരീരത്തെ അനുഗ്രഹിക്കുവോ? പറ. ഇങ്ങനെ ഒരു ശക്തി ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ഒരു എനർജി ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കൃഷ്ണ എന്ന കോൺഷ്യസ്നെസ്, ആ കൃഷ്ണ എന്ന കോൺഷ്യസ്നെസ് ഇവിടെ ഏത് രീതിയിലായിരിക്കും ഈ ഭക്തനെ ബ്ലസ് ചെയ്യാൻ? പറയൂ. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ അല്ലേ? പറയൂ. എനിക്ക് ഒന്നില്ല, നിങ്ങളോട് കുറച്ച് അസൂയങ്ങളുള്ള ആൾക്കാരുണ്ട്. കാരണം ഒറ്റ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയ. സിനിമയിലെ ഡയലോഗിൽ പോലെ പറയണ പോലെ, ഒറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയുള്ളൂ എന്ന് പറയുന്നത്. ഒറ്റ കാര്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ അസൂയുള്ളൂ. എന്താണ്? അത് ഗുരുവായൂരപ്പനെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ, ഗുരുവായൂർ ഉള്ളിൽ കയറിയിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പൊ പറയൂ, ഇത് എന്തിനായിരിക്കും അനുഗ്രഹിക്കുക? തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീരവും മനസ്സും ബുദ്ധിയും നേർരേഖയിൽ ഒരേ താളത്തിൽ 100% ഈ ക്ഷണത്തിൽ വന്നുകൊണ്ടുള്ള ഒരൊറ്റ വിളിയുണ്ടല്ലോ, പ്രാർത്ഥന. ആ പ്രാർത്ഥന എത്തേണ്ടടുത്ത് എത്തി. അവിടെ ചെരുപ്പില്ല, ഒന്നുമില്ല. മനസ്സില് ഗുരുവായൂരപ്പൻ, ബുദ്ധിയില് ഒന്നുമില്ല ഗുരുവായൂരപ്പൻ, ശരീരവും ഗുരുവായൂരപ്പൻ.
ഈ മനസ്സും ശരീരവും ബുദ്ധിയും 100% ഒറ്റ സ്ഥലത്തേക്ക് വന്നുകൊണ്ടുള്ള ഒരൊറ്റൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ തീർന്നു, ആ മെസ്സേജ് അവിടെ എത്തിയിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നത് ശല്യനാണോ, നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നത് കൃഷ്ണനാണോ? പറയും. ശല്യരല്ലേ? കൃഷ്ണനാണോ? ഉറപ്പാണോ? അഥവാ ശല്യരാണെങ്കിൽ കൃഷ്ണനെ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തേണ്ട സമയമായോ? ആയോ? ഈ ഭഗവത്ഗീത 4 ദിവസം തീരുന്നതോട് കൂടിയിട്ട് ശല്യരെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റേണ്ട സമയമായി. നമ്മളിലേക്ക് പല രൂപത്തിൽ വരികയാണ് ചെയ്യുന്നത്. 4 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഭഗവാൻ എന്റെ രൂപത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് വന്നത്. 4 സ്റ്റെപ്പായിട്ടാണ്. 4 സ്റ്റെപ്പ്. ആദ്യത്തെ ഒരു കാര്യം പറയാം. ഓരോ ദിവസം ഞാൻ ഓരോ സ്റ്റെപ്പ് പറയാം. 4 ദിവസമല്ലേ, ഓരോ ദിവസം ഞാൻ ഓരോ സ്റ്റെപ്പ് പറയാം. ആദ്യം വരുന്നത് ഒരു പാട്ടിന്റെ രൂപത്തിലാണ്. ഞാനൊരു 15 വയസ്സുള്ളപ്പോ എന്റെ വീടിന്റെ അയൽവക്കത്ത് ഒരു പുതിയ അയൽവാസികൾ വരുന്നു. അപ്പൊ അവര് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തരാണ്. എന്നും വൈകുന്നേരം ഈ പുതിയ അയൽവാസികൾ ഒരു ഭജൻ ഇങ്ങനെ പാടും. ആ ഭജൻ ഇങ്ങനെ കേട്ട് ഞാൻ ഏറ്റുപാടുമ്പോ എന്റെ ഗ്രാൻഡ് മദർ ദേഷ്യപ്പെട്ടിട്ട് പറയും, നീ പോയി നിസ്കരിക്കണം, അവന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ദേഷ്യപ്പെടും. ആ പാട്ട് എന്റെ ഗ്രാൻഡ് മദറിനെ ചൊടിപ്പിച്ചിട്ടുള്ള പാട്ടാണ്. പക്ഷെ ആ പാട്ട് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പതിയെ മാറി. ആ പാട്ടിലൂടെയായിരുന്നു ഈ എനർജി ആദ്യമായിട്ട് എന്റെ ലൈഫിലേക്ക് കയറുന്നത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമുക്ക് ജസ്റ്റ് രണ്ടുപേരും ഒന്ന് പാടാം. ഒരുമിച്ച് എല്ലാവരും യെസ്, ഒരുമിച്ച് പാടാൻ എന്തുകൊണ്ടാ അറിയോ? അതിൽ എന്റെ ശബ്ദം കൂടെ മുങ്ങിപ്പോയി കൊടുത്തെന്ന് വെച്ചിട്ട്, അത്ര നല്ല ഗായകനല്ലാത്തത്. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ കാവലക്കണ്ട ആടി ആടി വായോ. ഓ ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ കാവലക്കണ്ട ആടി ആടി വായോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ കാവലക്കണ്ട ആടി ആടി വായോ. നിന്റെ ദിവ്യനാമമാടി പാടി വന്നേ, നിന്റെ പിഞ്ചുപാദം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നേ. ചിലകെട്ടി ഓടി ഓടി വായോ, എന്റെ കാമരക്കണ്ണാടി ആടി വായോ. ഓ ചിലകെട്ടി ഓടി ഓടി വായോ, എന്റെ കാമരക്കണ്ണാടി ആടി വായോ. ദേവകി നന്ദന ദാദാ ദേവന കേശവാ ഹരേ മാധവ. ദേവകി നന്ദന ദാദാ കേശവാ ഹരേ മാധവ. ദേവകി നന്ദന ദാദാ ദേവന കേശവാ ഹരേ മാധവ. ദേവകി നന്ദന ദാദാ ദേവന കേശവാ ഹരേ മാധവ. ഗോകുല ബാലകേ ഓടി വായോ, ഗോപാല ബാലകേ ആടി വായോ. ഗോകുല ബാലകേ ഓടി വായോ, ഗോപാല ബാലകേ ആടി വായോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ കാമരക്കണ്ണാടി ആടി വായോ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ കാമരക്കണ്ണാടി ആടി വായോ. നിന്റെ പിഞ്ചുപാദം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നേ. നിന്റെ ദിവ്യനാമം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നേ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, നിന്റെ കാമരക്കണ്ണാടി ആടി വായോ.
രക്ഷക ആവൽ ബാന്ധവ കേശവ ഹരേ മാധവ അർജുന രക്ഷക ആവൽ ബാന്ധവ കേശവ ഹരേ മാധവ അർജുന രക്ഷക ആവൽ ബാന്ധവ കേശവ ഹരേ മാധവ ഒരു 10 മിനിറ്റ് കൂടി എടുക്കാമല്ലോ അല്ലെ? 10 മിനിറ്റ്സ്. ഭഗവത്ഗീത എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നതെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സങ്കല്പം എടുത്തിട്ട് പിരിയാം. ഒരു ഇംഗ്ലീഷ് ത്രില്ലർ സിനിമ പോലെയാണ് ഭഗവത്ഗീത ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഭഗവത്ഗീത കടന്നു വരികയാണ്. വളരെ ചുരുക്കി പറയാം, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു ഹയർ കോഴ്സ് എടുക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. DSM എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ്. അപ്പോൾ ആ കോഴ്സ് ചെയ്യാനായിട്ട് ഒരിക്കൽ ഒരു 34-35 വയസ്സുള്ള ഒരു യുവാവ് ക്ലാസ്സിൽ വന്നു. അപ്പോൾ ഈ DSM ഒരു ട്രെയിനിങ് ആണ്. അവിടെ ഒരാളിങ്ങനെ നമ്മൾ ക്വയറ്റ് ആയിട്ട് സൈലന്റ് ആക്കി മിണ്ടാതെ ഇരുത്തില്ല. എല്ലാവരും ഇങ്ങനെ ഇളക്കി ചെയ്യിക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. എല്ലാവരും ആക്റ്റീവ് ആക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. പക്ഷെ ഒരാൾ മാത്രം ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ആദ്യം എനിക്ക് തോന്നി അയാളുടെ ഒരു ഈഗോ കാരണം അങ്ങനെ ഇരിക്കുമെന്ന് തോന്നി. പക്ഷെ നമ്മൾ കുറെ ആളുകളെ മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് ആ ഇരിപ്പില് ഈഗോ അല്ല, അയാളെന്തോ കാര്യമായ പ്രശ്നത്തിലാണെന്ന് എനിക്ക് വേഗം മനസ്സിലായി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, അയാൾക്കൊരു മാറ്റവും കാണുന്നില്ല. അയാളിങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാൾ ഇരിക്കുന്ന പോലെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ആരോ നിർബന്ധിച്ചിട്ട് വന്നിരിക്കുന്ന പോലെ ഒരു പ്രതീക്ഷയില്ലാതെ വന്നിങ്ങനെ ഇരിക്കുക. അങ്ങനെ 4ാമത്തെ ദിവസം, ക്ലാസ് കഴിയുന്ന ദിവസം, ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഷെയറിംഗ് ഓരോരുത്തർ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അയാൾ ഒരിക്കലും അനുഭവം പങ്കുവെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അയാൾ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഈ ക്ലാസ്സിലേക്ക് ഞാൻ വന്നത് ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. ഒരു 6 മാസം മുമ്പാണ് എന്റെ ഭാര്യ ജ്യൂസിൽ വിഷം കലർത്തിയിട്ട് എന്റെ കുട്ടികൾക്ക് കൊടുക്കുകയും സ്വയം കുടിച്ചിട്ട് ആത്മഹത്യം ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ 2 കുട്ടികളും ഭാര്യയും മരിച്ച ഒരു സാഹചര്യം മാറിയിട്ട് കഴിഞ്ഞിട്ട് 6 മാസം. ഓരോ നിമിഷവും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നത്. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ പേടി ഞാൻ എപ്പോ വേണമെങ്കിലും ആത്മഹത്യ ചെയ്താലോ എന്ന് ഭയന്നിട്ടാണ് പാവം എന്റെ അമ്മ ജീവിക്കുന്നത്. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ സാറിന് ഒരു വാക്ക് തരാണ്. എന്റെ ജീവിതം എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല സാറേ, പക്ഷെ ഞാൻ സാറിന് ഒറ്റൊരു വാക്ക് തരാം, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് പക്ഷെ എനിക്കത് ഭയങ്കര പ്രതീക്ഷയുള്ളൂ, ഭയങ്കര ഒരു സമാധാനം തോന്നി ഒരാളങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിക്കുന്നോട്ടോ. അയാൾ എന്നെ വിളിച്ചിട്ടില്ല. കുറെ ദിവസത്തിന് ശേഷം വിഷു വന്നപ്പോ അയാൾ എന്നെ രാവിലെ വിളിച്ചിട്ട്, ഇയാളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾ എന്നെ വിഷു ആശംസിക്കാൻ വേണ്ടിയിട്ട് വിളിക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വിഷുവിന്റെ അന്ന് രാവിലെ ഞാൻ കേൾക്കുന്നത് ഒരു വലിയ കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ, പൊട്ടി കരയാണ് അയാള്. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെ കരയണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വിഷുവിന് ആ ഫാമിലി മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് സഹിക്കാൻ പറ്റണല്ലോ സാറേ, ഇത് വീണ്ടും ഇങ്ങനെ മരണത്തിന്റെ ചിന്ത, അതും ആരും അതുവരെ ഉപയോഗിക്കാത്ത ഒരു അവസ്ഥ. എങ്ങനെയുണ്ട് അവസ്ഥ? ഇങ്ങനെ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കാണ്, പേടിയായിട്ടുണ്ടല്ലോ. ഓരോ ആവശ്യമില്ലാത്ത പഴയ സിനിമകളും
ആവശ്യമില്ലാത്ത കഥകളൊക്കെ അന്നാണ് ഓർമ്മ വരുന്നത്. അത് ലിസ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ലിസ വീണ്ടും ലിസ, ഇതൊക്കെ എപ്പോഴും മറന്ന ഹൊറർ സിനിമകളൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്ത് ഇതിന്റെ നേരം പോകുന്നില്ല. ഫോണില് നോക്കിയിട്ട് സമയങ്ങൾ ഇറങ്ങി നോക്കുമ്പോ ഫോണിൽ നെറ്റ്വർക്കും ഇല്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഈ പേടിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ആദ്യം ആ പേടി കൂടി 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 ഇങ്ങനെ ഭീകരവും, പിന്നെ പേടി വേറൊരു ഇമോഷനായിട്ട് മാറും. അപ്പൊ പിന്നെ സങ്കടമായി, ആ കുട്ടികളെ എന്തിനായിരിക്കും കൊന്നത്, ആ കുട്ടികളെ ഇങ്ങനെ ജീവനോടെ പേരുന്നില്ല. പിന്നെ അത് ഒരു സങ്കടമായി മാറി, അത് ഭയങ്കര വിഷമമായി മാറി. പക്ഷെ ഉറക്കം വരുന്നില്ല എന്ത് ചെയ്തിട്ട്. അപ്പോഴാണ് ഒരു തുണികളുടെ ഇടയിൽ നിന്ന് ഒരു സാധനം, തടിച്ചിട്ടുള്ള ഒരു സാധനം പുറത്തേക്ക്, ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കണം. ഞാൻ ചെന്നിട്ട് ആ പ്ലാസ്റ്റിക് കവറിങ്ങനെ എടുക്കുന്നു. നോക്കുമ്പോ തടിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ശ്രീമദ് ഭഗവത്ഗീത. പ്ലാസ്റ്റിക് കവർ തുറന്നിട്ടില്ല കേട്ടോ, അത് ആലോചിക്കണേ. പ്ലാസ്റ്റിക് കവർ തുറന്നിട്ടില്ല. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കീറി. ഞാനാണ് ആ ബുക്ക് ആദ്യമായിട്ട് പുറത്തിറക്കണമെന്ന് ഉറപ്പാണ്. അതാരും വായിച്ചിട്ടില്ല. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ സിറ്റുവേഷൻ, ഈ 3 പേര് മരിച്ച സിറ്റുവേഷനാണ്. ഭയം വിഷമമായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ഭഗവത്ഗീത ഉണ്ടല്ലോ, ഒറ്റ മറിയാണ് മറിക്കുന്നത്, ഒറ്റ മറി. എനിക്ക് തോന്നുന്നത് 2-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണെന്നാണ് തോന്നുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം. എന്തുമാത്രം കണക്റ്റഡ് ആണെന്നറിയോ ഈ നമ്മളുടെ കോൺഷ്യസ്നെസ്സും. ഈ നമ്മൾ ഈ പറയില്ലേ, ഈ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരുപാട് സൂപ്പർ ഹിറ്റ് നോവലുകളും ബുക്സും ഒക്കെ വന്നു പോയിട്ടുണ്ട് അല്ലെ, ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഹാരി പോട്ടർ ഒക്കെ പോലത്തെ ബുക്കുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഭഗവത്ഗീതയില് നമുക്കൊരു എനർജി തരാൻ ആ ഭഗവത്ഗീതക്ക് സാധിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഈ ബെസ്റ്റ് സെല്ലർ ബുക്സിന് സാധിക്കാറുണ്ടോ? അതിന് ഭഗവാന്റെ വാക്കുകളുടെ ആ ജീവൻ ഇപ്പോഴും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ മരിച്ചപ്പോ വന്നിട്ടുള്ള ആദ്യത്തെ ശ്ലോകം. കാരണം ഭയം വിഷമമായി മാറി നിൽക്കുമ്പോ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആദ്യം വന്ന ശ്ലോകം എന്താണെന്നറിയോ? അർജുന, ജനിച്ചാൽ ഉറപ്പായിട്ടും മരിച്ചിരിക്കും, മരിച്ചാൽ ഉറപ്പായിട്ടും ജനിച്ചിരിക്കും. അതുകൊണ്ട് പരിഹാരമില്ലാത്ത ഈ കാരണത്തെ ഓർത്ത് ദുഃഖിക്കാൻ നീ അർഹനല്ല അർജുന. എന്തു വരികയാണ് ആലോചിച്ചത്? അതായത് ഒറ്റ വരിയിലെ സൊല്യൂഷൻ വരികയാണ്, ഒറ്റ മറിയിൽ സൊല്യൂഷൻ വരികയാണ്. ഇതാണ് ആ ബുക്കിന് ജീവൻ ഉണ്ടെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അത് ജീവനുള്ള ബുക്കാണ്. അത് സാധാരണ ഒരു ഗ്രന്ഥമല്ല ഭഗവത്ഗീത, ലൈഫ് ഉണ്ട് അതിന്. അത് ഞാൻ ഇങ്ങനെ അത് വായിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് ഒരു ചോദ്യം വന്നു. ജനിച്ചാൽ മരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ മരിച്ചാൽ ജനിക്കും ഉറപ്പോ? അതെങ്ങനെയാ? ദുഃഖിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്, ദുഃഖിക്കുന്ന പാപമാണെന്ന് കേട്ടിട്ടുണ്ട്, ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് അത് വായിക്കാൻ ഒരു സ്റ്റാർട്ട് കിട്ടിയത്. ഒരു 3 മണി വരെ 3 പേര് മരിച്ചു കിടന്ന ആ ബെഡിൽ ഇരുന്ന് ഭഗവത്ഗീത വായിച്ചു. 3 മണിയപ്പോ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യമേ തപ്പി. കൊച്ചു കുഞ്ഞിനെപ്പോലെയായിട്ടാ 3 പേര് മരിച്ചു കിടന്ന ബെഡിൽ കിടന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഭഗവത്ഗീത വീണ്ടും വായിച്ചു. ക്ലാസ്സിൽ പോയി, ക്ലാസ്സിന്റെ ബ്രേക്ക് സമയത്ത് വായിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ ഭഗവത്ഗീത കൊണ്ടുപോകട്ടോ പറഞ്ഞു. അപ്പോഴാണ് അവൻ അറിയണ അവിടെ ഒരു ഭഗവത്ഗീത ഉണ്ടെന്ന്. ഇതാണല്ലോ അവസ്ഥ. എല്ലാവരുടെ വീട്ടിലും ഭഗവത്ഗീത ഉണ്ടാവും. ചിലവർക്ക് അത് ഉണ്ടെന്ന് പോലും അറിയുണ്ടാവില്ല. അപൂർവം ആൾക്കാർ വായിച്ചാല് വായിച്ചു. ഇപ്പൊ എത്ര പേരുടെ വീട്ടില് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈ പോകുന്നില്ലേ? കറക്റ്റല്ലേ? പക്ഷെ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് വേറെ, അത് വിട്ടേക്കാതെ. ഞാൻ ഈ ഭഗവത്ഗീതയും കൊണ്ട് ട്രെയിനിൽ നിന്ന് വായിച്ചു. വീട്ടിൽ വരുമ്പോ അന്ന് അമ്മ ജീവിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലോട്ട് ഇങ്ങനെ ഭഗവത്ഗീത കൊണ്ട് കയറുമ്പോ അമ്മ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. ഞാൻ ഭഗവത്ഗീത. ഭഗവത്ഗീത ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ, അതോ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് അറിയില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത. ഞാനത് വായിക്കാൻ തുടങ്ങി. ഞാനത് കൂടുതൽ പഠിക്കും, ഞാനത് കൂടുതൽ പ്രചരിപ്പിക്കും. വെറുതെ കൂടെ പറഞ്ഞ. പക്ഷെ അത് അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. അതായത് 3 പേര് മരിച്ചിരുന്ന ഒരു ബെഡിൽ നിന്നാണ് ആദ്യമേ എന്റെ കയ്യിലേക്ക് എന്ത് വരുന്നത്? ഭഗവാന്റെ വാക്കുകൾ വരുന്നത്. കാരണം അന്ന് എനിക്ക് വായിച്ചപ്പോ തോന്നിയത് അത് ഒരു വായന പോലെയല്ല, അത്
എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോലത്തെ ഒരു ഫീലായിരുന്നു ശരിക്കും. അതെനിക്ക് ഇപ്പോഴും എപ്പോഴും വായിക്കുമ്പോഴും, അത് പ്രത്യേകിച്ച് ഗുരുദേവന്റെ വ്യാഖ്യാനവും കൂടി ആകുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ഒരു വേണ്ട സമയത്ത്, ഇപ്പോ ഇതിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയില്ല, നമ്മൾ നല്ലോണം ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, വേണ്ട സമയത്ത് നമുക്ക് ആ കൃത്യമായിട്ട് ആ വേണ്ട അറിവ് നമ്മുടെ ഓർമ്മയിലേക്ക് വേണ്ട സമയത്ത് എത്തും. അപ്പോ അടുത്ത 3 ദിവസം വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവാണ്. നമുക്ക് ഭഗവത്ഗീതയെ കുറിച്ചുള്ള വിശ്വാസം ഈ യജ്ഞത്തിൽ ഇരുന്നിട്ട് മനസ്സിൽ സങ്കല്പിക്കുന്നത് സംഭവിക്കുന്നതാണ് ഭഗവത്ഗീതയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു വിശ്വാസം. നമുക്കൊന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആഗ്രഹത്തെ, ആ ആഗ്രഹം സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ, ഒരു ആഗ്രഹം ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ ആ ആഗ്രഹത്തെ ഇവിടെ നമ്മൾ സമർപ്പിക്കാം. കണ്ണടച്ച് വയ്ക്കാം. ദീർഘശ്വാസത്തിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസത്തിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. മനസ്സിലേക്ക് വരുന്ന ഒരു ആഗ്രഹത്തെ, ഒരു സങ്കല്പത്തെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി, പരിപൂർണ വിശ്വാസത്തോടുകൂടി ഈ യജ്ഞവേദിയിൽ ഈശ്വരൻ, ഭഗവാൻ, ഗുരു അത് ഏറ്റെടുക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി അത് നടന്നിരിക്കും, അത് സംഭവിച്ചിരിക്കും എന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി ഇവിടെ സമർപ്പിക്കും. നൂറ് ശതമാനം അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടുകൂടി ഇരിക്കും. ആ ആഗ്രഹം ഈശ്വരൻ, ഗുരുദേവൻ, ഭഗവാൻ ഏറ്റെടുത്തു കഴിഞ്ഞു, അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടിയിരിക്കും. സാവകാശം കണ്ണു തുറക്കാം. നാളെ നമുക്ക് വൈകുന്നേരം 6:30 മണി, അല്ല 6:30 അല്ല, 6 മണിയാണ്. എത്ര പറയുമ്പോൾ 6 മണിയല്ലേ? 5:30 മണിക്ക് കാണാം. നാളെ വരുമ്പോ നമുക്ക് നാളെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവാണ്. ഓരോ ദിവസവും ഓരോന്നാണ് കേട്ടോ. അവസാനത്തെ ദിവസം ഭക്തിയോഗമാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ അധ്യായങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ നാളെ വരുമ്പോ ഒരു 5 പേരോടെങ്കിലും, ഇവിടെ നാളെ കസേരകളൊക്കെ കൂടുന്നുണ്ട്, അപ്പൊ നാളെ വരുമ്പോ ഒരു 5 പേരോടോ ഒരു 10 പേരോടെങ്കിലും ഇവിടെ വരണം. ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കണം എന്ന്, അങ്ങനെ ഒരു ചെറിയ സേവ നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യില്ലേ? യെസ്. അതായത് എത്ര പേരോട് പറയാൻ പറ്റുന്ന പറയാം. നമ്മള് ഒരു മുസ്ലിംസിന്റെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, അതായത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലമാണ് വേറൊരാളെ കൊണ്ട് നിസ്കരിപ്പിക്കുമ്പോൾ എന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത കേൾക്കുന്നത് പോലെ തന്നെ പുണ്യമാണ് വേറൊരാളെ കൊണ്ടത് കേൾപ്പിക്കുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും, കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് വിഷമിച്ച് ജീവിതം തകർന്ന് ഒരു പ്രതീക്ഷയില്ലാണ്ടൊക്കെ ഇരിക്കുന്ന, പറയാൻ പറ്റില്ല, നമ്മൾക്കൊട്ടും അറിയില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്ന് വരാൻ പറയും. നമുക്കൊരു കുറച്ച് വെളിച്ചം നൽകിക്കൂടെ, കുറച്ച് പ്രതീക്ഷ നൽകിക്കൂടെ, കുറച്ച് ഉറപ്പും ആത്മവിശ്വാസവും നൽകിക്കൂടെ? യെസ്. യെസ് യെസ്. നാളെ ഒരു 10 പേരോടെങ്കിലും വരാൻ പറയണം കേട്ടോ. ഭഗവത്ഗീത കേൾക്കാൻ വരാം. അതൊരു സേവയായിട്ട് എടുക്കണം. എടുക്കില്ലേ? യെസ്. യെസ്. പിന്നെ നാളെ വൈകുന്നേരം 5:30 മണിക്ക് നിങ്ങളിവിടെ എത്തിയിരിക്കണം. ഉറപ്പായിട്ടും എത്തില്ലേ? 5:30 മണിക്ക് നാളെ നിങ്ങളിവിടെ ഇല്ലെങ്കിൽ ഞാൻ കരുതും, പാവം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, എന്ത് നല്ല മനുഷ്യനായിരുന്നു, എന്ത് നല്ല മനുഷ്യനായിരുന്നു, ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ജീവനോടുണ്ടെങ്കിൽ നാളെ ഇവിടെ 5:30 മണിക്ക് എത്തിയിരിക്കണം. യെസ്. മുസ്ലിംസിന്റെ ഇടയിൽ ഒരു പ്രയോഗമുണ്ട്, ഇൻഷാ അല്ലാഹ്. അതായത് എന്ന് വെച്ചാല് ഇൻഷാ അല്ലാഹ് എന്ന് വെച്ചാല് ദൈവം അനുഗ്രഹിച്ചാൽ. നല്ലൊരു പ്രയോഗമാണത്. കാരണം നമ്മൾ എന്ത് പ്രവൃത്തിയും വിജയിക്കണമെങ്കിൽ എന്തുണ്ടാവണം? അനുഗ്രഹം കൂടി ഉണ്ടാവണം, അല്ലെ? ശരിയല്ലേ? അപ്പോ നാളെ നമ്മൾ വരാനും വേണ്ടിയിട്ടും എന്തുണ്ടാവണം? ഒരു
അനുഗ്രഹം ഉണ്ടാവണം. നമ്മൾ പറയുന്നത് കേട്ടിട്ട് മറ്റാളുകൾ വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവണം. ഒരു അനുഗ്രഹം ഉണ്ടാവണം. ഓക്കെ, അപ്പോ നാളെ കാണാം. നമുക്ക് നല്ല